ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഉഷാറായിട്ടുണ്ടാവും അല്ലെ? കുറെ ഇരുന്ന് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്നാക്കുന്നത്. നിങ്ങളെ ബ്ലഡ് ഫ്ലോ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നഹ്മദുഹു നുസല്ലി അലാ റസൂലിഹിൽ കരീം അമാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ സിദ്നാ ഇൽമാ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കി അല്ലെ, അതായത് ആരാണ് നമ്മൾ എന്നുള്ളത്. ഓക്കെ, ആരാണ് നമ്മൾ ഐഡന്റിറ്റി എന്തായിരുന്നു, അതായത് ഐഡന്റിറ്റി ശരിക്കും എന്തായിരുന്നു, നമ്മൾ എങ്ങനെയാ പറയാൻ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആസ് എ വൈഫ്, അല്ലെങ്കിൽ ഒരു കുട്ടിന്റെ ഉമ്മ. കുറെ ആൾക്കാരുണ്ട് അല്ലെ, ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ ഉമ്മ എന്തെങ്കിലും ഇട്ടിട്ട്, അതായത് കുട്ടിന്റെ പേര്. അപ്പൊ അതിലെല്ലാം ശരിക്കും എന്താണ്, നമ്മളെ തന്നെയാണ് ലൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾക്ക് ഒരു ഐഡന്റിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മളിപ്പം മനസ്സിലാക്കി അല്ലെ. എന്താണ് നമ്മൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ആ ഒരു കളറിലാണ് നമ്മളിപ്പം എന്താണ് നമ്മൾ ആവേണ്ടത് അല്ലെ. ആസ് എ മുസ്ലിമ നമ്മൾ ആ കളറാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി എന്തെന്നാണ് അടുത്ത ചോദ്യം, ഹൗ ഡു വി ഡു ദാറ്റ് അല്ലെ. പല ചാലഞ്ചസും, ഈ ദുനിയയിലുള്ള പല ചാലഞ്ചസും വി ഫേസ് ഡെയിലി അല്ലെ. ഡെയിലി ആയിട്ട് ഓരോ സിറ്റുവേഷൻസിൽ ഓരോ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പം മനസ്സിലാക്കി നമ്മളൊരു മുസ്ലിമിയാണ്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ ഹൗ ഡു വി ടേക്ക് ഇറ്റ് ഫോർവേഡ്, എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യാൻ? ഓക്കെ, അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഐഡന്റിറ്റി നമ്മൾക്ക് അത് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എങ്ങനെയാണ്, അതായത് ശരിക്കും ഈ കളറ്, ഈ ദുനിയ നമ്മളത് എടുത്ത് മാറ്റാനാണ് ശ്രമിക്കുന്നത് അല്ലെ, അത് ഫെയ്ഡാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മാറ്റാന്, അതായത് എങ്ങനെയാണ്, ഹൗ ഡു വി ഓവർകം ദാറ്റ്? ശരിക്ക് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്നത് ഇറ്റ് ഇസ് ഈസി അല്ലെ, നമ്മൾ അതിനെ ലിവ് ചെയ്യുന്നതാണ്, അതായത് അതിലൂടെ ജീവിച്ചു പോകുന്നതാണ് ബിഗ് ടെസ്റ്റ്. ജന്ന ഈസ് നോട്ട് ചീപ്പ് അല്ലെ. സ്വർഗത്തിൽ എത്തണമെങ്കിൽ വി ഹാവ് ടു ഫേസ് ദീസ് ചാലഞ്ചസ്. അതായത് പല ചാലഞ്ചസും ഉണ്ട്, പല മോഡ് ഓഫ് ലൈഫിൽ, നമ്മളെ എല്ലാ ഫേസ് ഓഫ് ലൈഫിൽ വി ആർ ചാലഞ്ച്. അതായത് നമ്മൾ ജനിക്കുന്നത് വരെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആ ബേബി ആ ജനിക്കുന്ന സമയത്ത് ശരിക്കും ഡോക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇതെല്ലാം കാണില്ല. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ റേസ് ചെയ്യും അല്ലെ. ആ ഹാർട്ട് ബീറ്റ് കുട്ടീനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും ഇപ്പം തന്നെ പുറത്തെടുക്കണം. അത് എന്തുകൊണ്ടാണ്? അത് അത്രയ്ക്ക് ചാലഞ്ചിങ് ആണ്. അതായത് ഒരു ഉമ്മാക്ക് വേദന ഉള്ളത് പോലെ തന്നെ ആ കുട്ടി പുറത്ത് വരുമ്പം ഈവൻ ദാറ്റ് ബേബി ഈസ് ഗോയിങ് ത്രൂ ലോട്ട്സ്. അപ്പൊ ആ ഫസ്റ്റ് തന്നെ എന്താണ്, വി ആർ ടെസ്റ്റഡ്. ഓക്കെ, അതുകൊണ്ട് എവറി ഫേസ് ഓഫ് ലൈഫ് നമ്മൾ ടെസ്റ്റ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും തീർച്ചയായിട്ടും സൂറ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് ഓൾറെഡി എന്താണ്, നമ്മളെ ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ഇതൊന്നുമല്ല. നമ്മളോട് എന്തെല്ലോ പറഞ്ഞു തരും, സ്പെഷ്യലി മാത്സ് തന്നെ എന്തെല്ലോ പഠിപ്പിക്കും, എന്തെല്ലോ ചോദ്യം വരും, നമുക്കൊന്നും തിരിയൂല അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ആ ടെസ്റ്റിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ്, അത് അല്ലാഹ് റഹ്മാൻ ആയതുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് അറിയാം, പക്ഷെ എന്താണ് ചെയ്യാൻ നമ്മൾക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് ഇത് നോക്കാം, എന്താണ്, വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് വി ഫേസ്. ഓക്കെ, ഓരോ ചാലഞ്ചസ് സ്പെഷ്യലി വിത്തിൻ എന്താണ്, വിത്തിൻ ഫാമിലീസ്. ഓക്കെ, വിത്തിൻ ഫാമിലീസ്. ഓക്കെ, ഫാമിലീസിൽ നമ്മൾ എല്ലാവരും പലതും ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ ഫാമിലീസിൽ ഫേസ് ചെയ്യുന്ന കുറെ ചാലഞ്ചസ്? സ്പെഷ്യലി ഓക്കെ, നമ്മളിപ്പോ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നല്ല മുസ്ലിമെ ആയിട്ട് ജീവിക്കണം, പക്ഷെ നമ്മളെ കുടുംബം സമ്മതിക്കൂല അല്ലെ. പല രീതിയിലും നമ്മൾക്ക് പല പല ചാലഞ്ചസ് ആണ് അല്ലെ. വീട്ടിൽ തന്നെ ചിലപ്പം നമ്മൾ പഠിക്കുന്നത് പോലെ ആയിരിക്കൂല, പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല.
ബിക്കോസ് നമ്മൾ എന്താണ്, നമ്മൾ എത്രയോ കാലത്ത് ആ ഒരു വിവരം ഇല്ലായ്മ നമ്മൾ എന്താണ് പഠിക്കാൻ പോയപ്പം നമ്മൾക്ക് എല്ലാം ഇങ്ങനെ തുറന്നു വരും. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആ ഒരു ഇത് തന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ല. അവരും നമ്മൾ പണ്ട് എങ്ങനെയാണാവോ അതുപോലെയാണ് അവര് ആ ഇതിലാണുള്ളത്. ഇപ്പൊ നമ്മൾക്ക് ആ ഒരു ഇത് എന്താണ്, നമ്മൾ എങ്ങനെയാണിത് മൂവ് ഫോർവേഡ് ചെയ്യാന്, ആരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാന് എന്തൊക്കെയാണ് ചാലഞ്ചസ്. സ്പെഷ്യലി നമ്മള് എന്താണ് പാർട്ടീസ്, ഗാദറിങ്, വെഡിങ്സ്, ഇതാണ് മെയിൻ ആയിട്ട്. ഇത് എപ്പോഴും പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തിന് ഇതെന്നെ പറയുന്നത്, പക്ഷെ ഇത് പറയണം. ബിക്കോസ് എന്താണ്, നൗ മോർ ദൻ എവർ ഇറ്റ് ഇസ് ഗെറ്റിംഗ് വേഴ്സ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സിമ്പിൾ ആയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത് എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇതെന്താണ്, ഇത് എത്ര ദിവസം മുമ്പെയാണ് ഈ കല്യാണങ്ങൾ നടക്കുന്നത് അല്ലെ. എന്തെല്ലോ പല പേരുകളും പറഞ്ഞിട്ട് പല ആൾക്കാർ, അതായത് ആചാരങ്ങളും എല്ലാം പല മറ്റുള്ള റിലിജൻസിന്റെ എല്ലാം എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഇതിലേക്ക് ഇടും. അത് റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യാം. വേണ്ടുന്ന ഒരു കാര്യവും നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ആർക്കും പറ്റൂല. അന്നേരം എല്ലാവർക്കും മടിയാണത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തെല്ലാണ്, പ്രത്യേകിച്ച് ഈ വേണ്ടാത്ത ഹിന്ദി സീരിയലും അതും ഇതുപോലെ കണ്ടിട്ട് ഗുലാബി, ഹൽദി, എന്തെല്ലാം കളറുണ്ട്. നമ്മൾ ആരെ കളറാണ് നമ്മൾ എടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കളർ. ഏത് കളറാണ് വി ആർ ചൂസിങ്? മനുഷ്യർ ഉണ്ടാക്കിയ ഈ നോൺസെൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതെടുക്കും. ശരിക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല്, അതായത് വെഡിങ് ഇതുണ്ടല്ലോ, വെഡിങ് പാർട്ടി, ദാറ്റ് ലാസ്റ്റ് മോർ ദൻ ദ വെഡിങ് ഇറ്റ്സെൽഫ് അല്ലെ. ഇത്രയും മെനക്കെട്ടിട്ട്, അതായത് എല്ലാവരും എന്താണ് ഫോക്കസ്, എന്താണ് ആ കല്യാണം എങ്ങനെ അടിച്ചു പൊളിക്കാം, ഇതാണ് അടിച്ചു പൊളി. ഒന്നുമില്ല, കല്യാണം ഞാൻ എങ്ങനെ അടിച്ചു പൊളിക്കും, എങ്ങനെ നമ്മൾക്ക് ഒന്ന് ഷൈൻ ചെയ്യാം, എങ്ങനെ ഡാൻസ്, പാട്ട്, കൂത്ത്, ഇതെല്ലാം ഒരു മുസ്ലിമിന് പറ്റിയ കാര്യമാണോ ഇത്? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഓരോ മുസ്ലിംസിന്റെ കല്യാണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? നമ്മൾ ആലോചിക്കണ്ടേ ശരിക്കത്? എന്താണ് കാട്ടിക്കൂട്ടുന്നത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റുമോ? നമ്മൾ പറയൂ നബിനെ ഭയങ്കര സ്നേഹമാണ്, അള്ളാഹിനെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇതെല്ലാം വാക്കുകൾ മാത്രമാണ് അല്ലെ. നമ്മൾ എന്താ ശരിക്കും കാട്ടിക്കൂട്ടുന്നത്? ഒരു കല്യാണം, ഒരു മുസ്ലിമിന്റെ കല്യാണം കണ്ടേ അത് ശരിക്കും എന്താണ്, അത് എഴുതി വെക്കണം, ഇത് മുസ്ലിമിന്റെ കല്യാണമാണ്. ആ സ്ഥിതിയിലാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ അല്ലെ. ഡാൻസ്, ഏതിലോ പെണ്ണുങ്ങൾ കുറെ ഡാൻസ് കളിക്കുന്നു, കുറെ ആൾക്കാർ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നു. പിന്നെന്താണ് ഇസ്രാഫ്, ശരിക്കും വേസ്റ്റ് ആണ്. ഒരു കൗമുണ്ട് എന്താണ്, എത്ര കാലം അവര് ഭക്ഷണം കഴിച്ചിട്ട്, എത്ര കാലം അവർക്ക് ഒരു വെള്ളം, കുടിവെള്ളം കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫുൾ, അതായത് ആ ഹോള് മൊത്തം മറ്റേ തവാഫ് ചെയ്തിട്ടുള്ള ഫുഡ് നമുക്ക് എടുക്കാം അല്ലെ, പല മോഡൽ ഫുഡും. എന്നാലാണെങ്കിലോ ഇതെല്ലാം കുറെ ഹെൽത്തി ഫുഡാണോ? എല്ലാവർക്കും സൂക്കാണ്, ഷുഗർ, പ്രഷർ, മറ്റേത് മറിച്ചേതെന്ന് പറഞ്ഞിട്ട് അല്ലെ. എന്നിട്ട് ഇതെല്ലാം ആരി കൂട്ടി എടുക്കും. എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും വായിലിട്ട് ഒന്നും രസമില്ല, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അങ്ങ് തട്ടും. ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് നമ്മൾ എന്താ നമ്മള് ഹിജാബ് ഇടുന്നുണ്ട്, നക്കാബ് ഇടുന്നുണ്ട്, താടി വെച്ചിട്ടുണ്ടാവും, ഭയങ്കര ലുക്സ് മുസ്ലിം, പക്ഷെ നമ്മളെ ആക്ഷൻസ് എന്താണ്? നോട്ട് എ മുസ്ലിം. അതെല്ലാം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അന്നേരം മറ്റുള്ളവർ പറയും, മറ്റുള്ളവരെ കാണിക്കാനാണോ? ഇതാണല്ലോ ഡോണ്ട് ജഡ്ജ് മീ, ഇതല്ലേ. ആരും ജഡ്ജ് ചെയ്യണ്ട, പക്ഷെ അവരെ തന്നെ ജഡ്ജ് ചെയ്ത് നോക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ബഫേ കണക്കിന് ഇങ്ങനെ കുറെ ഫുഡ് കാണുമ്പോൾ വാട്ട് ഡു വി ഡു? അത് ട്രൈ ചെയ്യാ, ഇത് ട്രൈ ചെയ്യാ, എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് കച്ചറയെ തട്ടും. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഓരോ സംഗതി ഉണ്ടല്ലോ, ഓരോ സംഗതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചോദിക്കും. നമ്മൾ എന്ത് ചെയ്ത്, എല്ലാ ബ്ലെസ്സിങ്സിനും, നമുക്ക് തന്ന എല്ലാ ബ്ലെസ്സിങ്സിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി എണ്ണി ചോദിക്കും. നമ്മളിപ്പം തന്നെ കണക്കൂട്ടാം, ക്യാൻ വി ഗിവ് ഹിം ആൻ ആൻസർ? അതായത് നമുക്ക് ഈ ആൻസർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ബ്ലെസ്സിങ്ങിനും നമ്മൾ ഇതോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം? നമ്മളത് ആലോചിക്കുന്നുണ്ടാ? ശരിക്കും നമ്മൾ കുറെ കാണുന്നുണ്ടല്ലോ, നമ്മളും അതിലേക്ക് അങ്ങ് മുഴുകിപ്പോകും. കാരണം നഫ്സ് അങ്ങനെയാണ്, ആ നഫ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്, അതായത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു, അതാണ് ഈ തഖ്വയോട് ജീവിക്കല്. എല്ലാവരും കേട്ടില്ലേ സൂറ ബഖറ? എനിക്ക് തോന്നുന്നു എല്ലാവരും എപ്പോഴും ഓതുന്ന സംഗതിയാണ്. എന്താണത്? ഹുദൻ ലിൽ, ആർക്കാണ്? മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഇതൊരു ഗൈഡൻസ്. ഈ സൂക്ഷ്മത പാലിക്കൽ എന്താണ്? ഇങ്ങനത്തെ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കൽ. ഫാമിലീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഓക്കെ, അതായത് ഫാമിലീസിൽ വേണ്ടാത്ത അൺഇസ്ലാമിക് ആയിട്ടുള്ള ഇവന്റ്സ് എല്ലാം നടക്കുമ്പം വാട്ട് ഡു വി ഡു? എന്താണ് അതിന്റെ സൊല്യൂഷൻ? എന്തായിരിക്കണം അതിന്റെ സൊല്യൂഷൻ? അതായത് നമ്മൾ ശരിക്ക് പറയുമ്പം നല്ല രീതിയിലായിരിക്കണം പറയേണ്ടത്
ഓക്കെ. അതായത് നമ്മളെടുത്തും പ്രശ്നങ്ങളുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കുറച്ച് ഹാഷാവും. ആദ്യം പഠിക്കുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും അത് നല്ല നല്ല മനസ്സ് കൊണ്ടാണ്. പക്ഷെ അതെന്താണ്, ഇറ്റ് ഇസ് ബാക്ക് ഫയറിങ് അല്ലെ. അതായത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരും ഇത് എത്തിക്കണം, നല്ലത് തന്നെ. പക്ഷെ അത് എങ്ങനെ എത്തിക്കണം നമുക്കറിയില്ല, അതിന്റെ വിവരക്കേട് നമ്മൾക്കുണ്ട്. അപ്പൊ ഹിക്മയോട് കൂടിയിട്ട് വേണം നമ്മൾ ഒരു സീൻ ഉണ്ടാക്കാതെ കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കല്യാണത്തിന് നമുക്കറിയാം പലതും ഇവിടെ നടക്കുന്നുണ്ട്, പലതും ഇവര് എന്താണ് നമ്മൾ എത്ര പറഞ്ഞിട്ട് അവര് കേൾക്കൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറ, എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ കൂടാണ്ടിരിക്കലാണോ കല്യാണം? ചില സംഗതികൾ നമുക്ക് കൂടാണ്ടിരിക്കാം, പക്ഷെ ചിലതോ നമുക്ക് കൂടാണ്ടിരിക്കാൻ പറ്റുമോ? സ്വന്തത്തിലാവും എന്താ ചെയ്യാ അന്നേരം എന്താ ചെയ്യാ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ, അതായത് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾക്കറിയാം ഇന്നേ സമയത്താണ് ഈ പാട്ടും കൂത്തും വേണ്ടാത്തെല്ലാം തുടങ്ങാൻ, അതിനു മുമ്പേ പോവാ, എല്ലാവരെയും ഒന്ന് മുഖം കാണിക്കാം. പിന്നെ എത്രയോ 10,000 കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോയോ വന്നോ എന്ന് ആരും അറിയാൻ പോകില്ല അല്ലെ. അപ്പൊ പോവാ വരാം. ഓക്കെ. പിന്നെന്താണ്, ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു സീൻ ഉണ്ടാക്കലില്ല. ഇതെന്തെല്ലാം ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കളിക്കുന്നത്, ഇങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിക്കാൻ പാടില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും പറയും കുറെ എണ്ണം ഖുറാൻ ക്ലാസ്സിന് പോയിട്ടുണ്ട്, കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ല, കുടുംബത്തിനെല്ലാം മാറ്റി. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും ചിരിക്കും, എനിക്കറിയാം, ഞാനും കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മളോട് ഇങ്ങനെയാ പറയാ. അതായത് ഇവര് കുറെ എണ്ണം ഖുറാൻ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്, ആരുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ആരുമായിട്ട് ഒരു ഇതും വേണ്ട, കുയിമൂട് പോലെ നടന്നോളും ഇവള്. അതായത് കാണാനും എന്ത് ഡ്രസ്സായി ഇവൾ ഇട്ടിരുന്നത്, എന്നാ നിസ്കാര കുപ്പായം പോലത്തെ ഇട്ടിരുന്നത്, ഇതെല്ലാം ഒരു പ്രായം ഇതിടുന്നത്, ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. നെക്കാപ്പെടുന്നവരോ എന്തെല്ലാം അവർ പറയും, AC കോച്ചാണോ, ഡസ്റ്റ്ബിൻ ആണോ, ഇതെല്ലാം ഇവര് പറയുന്നത് നമ്മൾക്ക് എന്ത് ഇതൊന്നും തട്ടുന്നില്ല എന്ന് ഇവരെ വിചാരം. പക്ഷെ അതിലൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ അന്നേരം അങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ ആ അവസരത്തിൽ നമുക്ക് പറയാൻ പാടില്ല, ബിക്കോസ് അതൊരു സീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നത്തിങ് വർക്ക്സ്, അതായത് പിന്നെ ഒരു സീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഷെയ്ത്താനാണ് വന്നിട്ട് പിന്നെ രണ്ടാളെ മേത്തും ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അവസരം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നല്ല രീതിയിൽ ഒരു അവസരം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ റെസ്പോൺസ് അതായിരിക്കണം. അന്നേരം തന്നെ ഒരു സീന് ക്രിയേറ്റ് ആക്കിയിട്ട് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാഡ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ദുആ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുക. അന്നേരം എന്താണ്, അവര് കേൾക്കും. ബിക്കോസ് വി ആർ എന്താണ്, നമ്മൾ അള്ളാന്റെ ഹെൽപ്പാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പിടിച്ചിട്ടുള്ളത്. പിന്നെ എന്തായാലും അത് എളുപ്പാക്കി തരും. പിന്നെ എന്താണ്, ഇങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ്, അതായത് നമുക്ക് ഒരു വിധത്തിലും, പ്രത്യേകിച്ച് ഫാമിലീസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഒരു വിധത്തിലും ഇതിൽ നൂരാൻ പറ്റൂലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, റബ്ബേ അള്ള പറയുന്നത് പോലെ എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഒന്ന് എന്നെ സഹായിക്കും. അതായത് എന്നെ കൊണ്ട് ഒന്നും വേണ്ടാത്ത ഒന്നും ചെയ്യിപ്പിക്കല. ഡു നോട്ട് മേക്ക് മീ ഡു വാട്ട് ഡിസ്പ്ലീസസ് യു. അത് നമ്മൾ പറയണം. ശരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരും. സുബ്ഹാനല്ലാഹ്, റിയലി ഫ്രം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ശരിക്ക് അതായത് അള്ള ഒരുക്കി തരും ആ ഒരു എന്താണ്, ആ ഒരു അവസരം. ഞാൻ എന്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയാം. അതായത് എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ഒരു ജോലിയിൽ കയറിയിരുന്നു. ഓക്കെ, അയാള് ഹിന്ദുവാണ്. അയാൾ ഇങ്ങനെ ഈ പൂജക്കും, ഇവർക്ക് ഇതന്നെയല്ലേ ഉള്ളൂ, പൂജ ചെയ്തു, നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇവർക്ക് എന്തും ചെയ്യാം. ഇവര് പൂജക്കും അതും ഇതും എല്ലാം വിളിക്കും. അതിനെല്ലാം ഹസ്ബൻഡ് ഇങ്ങനെ മുടക്കി എല്ലാത്തിനും മുടക്കും. അപ്പൊ അയാളൊന്നും പറയൂല. എന്നാൽ പിന്നെ ലാസ്റ്റ് അയാള് എല്ലാവരെയും കൂട്ടിയിട്ട്, ഓഫീസിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട്, ഇനി എന്താ ഞാൻ പറയേണ്ടത്, എല്ലാം മുടക്കലാണ്. അപ്പൊ ഇതെന്നെ ഞാൻ പറഞ്ഞു, എത്രയോ കാലങ്ങൾ, അതായത് എന്താണ്, ഇത് പഠിച്ചതിന്റെ ശേഷം ആ സിനിമാ തിയേറ്ററിന്റെ ഭാഗത്ത് പോയിട്ടില്ല. ഓക്കെ, ഇനി എന്താ നമ്മൾ ഞാൻ ഇതന്നെ ചെയ്ത്, യാ റബ്ബേ എന്തെങ്കിലും ഒരു, നമുക്ക് എല്ലാവർക്കും കോവിഡ് വന്നു നേരം, അൽഹംദുലില്ലാഹ്. ആ കോവിഡ് അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ശരിക്കും അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും കോവിഡ് വന്നുകൊണ്ട് എന്തായാലും ഇനി പോകാൻ പറ്റൂലല്ലോ, അൽഹംദുലില്ലാഹ്. ഞാൻ കോവിഡ് വന്നിട്ട് അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നി നമ്മളെ പറഞ്ഞിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്. അതാണ്, അതായത് യു നെവർ നോ, ഇതാണ് പറയുന്നത്. അതായത് നമുക്ക് ശരിക്കും എന്താണ്, അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. സംടൈംസ് എന്താണ്, നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, പക്ഷെ അതിലൊരു ഹൈർ ഉണ്ട്. ഇപ്പൊ ഇതിനാണെന്നില്ലേ, കോവിഡ് ഒരു ഹൈറായിരുന്നു നമുക്ക്. അങ്ങനെ ഓക്കെ, ആയിപ്പോയി കോവിഡ് എല്ലാം പിടിച്ചിട്ട്, എന്നാലും അൽഹംദുലില്ലാഹ് സിനിമാ തിയേറ്ററിന്റെ അടുത്ത് പോകേണ്ട ആ ഒരു ഇത് വന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്. അതാണ്. അപ്പൊ നമ്മൾ എന്താണ്, അള്ളാനെ മുറുകെ പിടിക്കുക, ആ ദുആ ചെയ്യുക. അതാണ്. ഫാമിലീസിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല രീതിയിലും നമ്മൾ ചിലപ്പോ എന്താണ്
അങ്ങ് കണ്ണ് പൂട്ടി നിൽക്കട്ടെ വരും. അപ്പൊ എന്താണ്, അതായത് ലോ ഈമാൻ, ഏറ്റവും ലോവസ്റ്റ് ഈമാൻ ഇല്ല, സോറി, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, വീക്കസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മളെ ഹൃദയത്തിൽ അതിനോട് തീരെ ഒരു ഇഷ്ടമില്ലാതിരിക്കാം. നമ്മളെ ഹൃദയം അതിനെ തള്ളിക്കളയാം. കാരണം എനിക്കറിയാം, നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് സ്കോളേഴ്സ് പറഞ്ഞു ആ വൈക്കേ പോകാൻ പാടില്ല, ഈ വൈക്കേ പോകാൻ, ഇതൊന്നും നമുക്ക് നടക്കൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് സ്പെഷ്യലി ഫാമിലീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞത് എന്താണ്, സിലത്തു റഹ്മ, അല്ലെ, അതായത് ഫാമിലീസിനെ മുറുകെ പിടിക്കുക, അതിനാണ് ഏറ്റവും കൂടുതൽ അജർ. ഫാമിലീസിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വാരിത്തരും. അത് ചെയ്തിട്ടില്ലെങ്കിലോ അത് മേജർ സിന്നാണ്, അതറിയോ, മേജർ സിന്നാണത്. ഓക്കെ, എന്തുകൊണ്ടാണത്, എന്തുകൊണ്ടാണ്, ഇറ്റ് ഇസ് ദാറ്റ് ഡിഫിക്കൾട്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. സ്പെഷ്യലി അതായത് പിന്നെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ഇറ്റ്സ് ഓക്കെ, സ്വന്തം ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അതാണ് ആ സമയത്ത് അള്ളാനെ തന്നെ പിടിക്കുക. എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അള്ളാനെ തന്നെ പിടിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യാൻ, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അവർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടിയിട്ട്, അവർക്കും നമ്മൾക്കും. ഇതാണ് നമ്മൾ എപ്പോഴും അള്ളാനെ മുറുകെ പിടിക്കുക, വേറൊരു രക്ഷയും ഇല്ല. അതിലേക്കങ്ങ് മുഴുകാണ്ടിരിക്കുക, മനസ്സിലായി. ചിലപ്പോൾ വരും മതി എന്തെങ്കിലും ആവട്ടെ, ഞാനും ഇതിലേക്ക് തന്നെ ആവട്ടെ, അത് ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ഇതിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കോട്ട് പോകാണ്ട് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്, അല്ലെ. ഓക്കെ, അതാണ് ഫാമിലീസിലുള്ള പല ചാലഞ്ചസും. ഓക്കെ, ഈ സൊസൈറ്റിയിലുള്ള ചാലഞ്ചസ് ഒക്കെ എന്താണ്, സൊസൈറ്റി അതായത് സൊസൈറ്റിയിൽ വരുന്നത് എന്താണ്, നമ്മളൊരു മുസ്ലിം ആയിട്ട് നടക്കുന്നത് തന്നെ എന്താണ്, നമ്മൾ ഹിജാബ് ഇട്ട് കഴിഞ്ഞാലും അബായ ഇട്ട് കഴിഞ്ഞാലും നക്കാബ് ഇട്ട് കഴിഞ്ഞാലും കളിയാക്കാനും നോക്കി പറയാനും കുറേ ആൾക്കാരുണ്ട്, അല്ലെ. അന്നേരം നമ്മൾ വേർക്കും, പ്രത്യേകിച്ച് എന്താണ് കുറച്ച് തടിയിലുള്ള ആൾക്കാരാണെങ്കിലോ ഒന്ന് അബായ ഇട്ട് ഓ എല്ലാം തന്നെ ഒരു തടി, ഇനി അതിന്റെ ഒക്കെ അപായം കയറ്റി കഴിഞ്ഞാൽ നല്ല കോലായിരിക്കും. ഇതെല്ലാം നമ്മളെ മനസ്സിൽ ഇതെല്ലാം ശൈത്താന് ചിന്തിപ്പിക്കുന്നതാണത്. ഓക്കെ, അപ്പൊ എന്താണ്, മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ട് പറയും ഇതെന്തിനാ നീ ഇതൊക്കെ ഇട്ടിരുന്നത്, ഇതിലൊന്ന് മാറ്റിക്കൂടെ, ഇതെന്തിനാ ഇങ്ങനെ, ഇതെന്തിനാ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് പല ഇതും ഉണ്ടാവും. എന്തിനാണ് നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെ. ചില ആൾക്കാർ നക്കാബ് വരെ ഇങ്ങനെ നമ്മുടെ മുഖത്തുനിന്ന് വരെ ഊരി മാറ്റിയിട്ട് ഉണ്ട്. എങ്ങനെയാണ് അവരെന്താണ് വിചാരിക്കുന്നത്, പേഴ്സണലായിട്ട് നമ്മൾ തൊട്ട് കളിക്കുന്നത്. വേറൊരു കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, വേറൊരു കാര്യത്തിൽ ആൾക്കാർക്ക് ഭയങ്കര വെരി ഫേം ആണ്. ഇപ്പൊ നമ്മൾ കാണില്ലേ ഗേസിന്റെ ഇതും പിന്നെ ട്രാൻസ്ജെൻഡർ, പഠിച്ചവൻക്കറിയാം എന്തെല്ലാം ഉണ്ട്, ABCDEFG നമ്മൾ A to Z വരെ പറയാം നമുക്ക്. അങ്ങനത്തെ ഇതിലെ കോലത്തിലാണ് പോകുന്നത്, അല്ലെ. അവരെല്ലാം എന്ത് ബ്രേവ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ നോൺസെൻസിന്. അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ട് ആ ബ്രേവ്നെസ് കാണിച്ചുകൂടാ, അല്ലെ. നമ്മളിങ്ങനെ ഒതുങ്ങി കൂടിയോ, ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, മതി എനിക്ക് കേൾക്കണ്ടേ ഇവളീ പറയുന്നത്, അവിടെ ഞാൻ വൈക്കേ പോകുന്നില്ല, അങ്ങനെയല്ല. ബി പ്രൗഡ്, അതാണ്. അതായത് ഇത് നമ്മളെ ഐഡന്റിറ്റിയാണ്, ഇത് നമ്മൾ മാറ്റൂല അത്ര തന്നെ. അതായത് ഓരോരോ ആൾക്കാർക്ക് അവരെ പേഴ്സണൽ ആയിട്ട് ഒരു സ്പേസ് കൊടുക്കട്ടെ, അല്ലെ. മറ്റുള്ളവർ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം തന്നെ ഞാൻ പറയാൻ, ഓക്കെ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാ നമ്മളത് ചെയ്തേ അടങ്ങും, അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഇതിനത്ര ഇത് കൊടുത്തുകൂടാ. അതില് ഞാൻ തന്നെ എക്സ്പീരിയൻസ് പറയാം. നക്കാബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാനിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നക്കാബ് ഇടും. കാരണം ആ സമയത്ത് എന്താണ് മിസ്ബേ പോകുന്നത് കൊണ്ട് മെട്രോ കയറി പോകണം. ഓക്കെ, അപ്പൊ ഞാൻ നക്കാബ് ഇടും, മെട്രോയിൽ കയറുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്റെ കൂടെ നീ നക്കാബ് ഇടരുത്. ഓക്കെ, എന്റെ കൂടെ നക്കാബ് ഇടും. സാധാരണ ഞാൻ എന്താണ് ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അതെന്തിനാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനത് സമ്മതിപ്പിക്കും. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അനങ്ങാണ്ട് നിന്നു. അതെന്തിന്റെ ആവശ്യത്തിന്, എനിക്കത് അതേപോലെ ഫൈറ്റ് ചെയ്തൂടെ. എനിക്ക് നക്കാബ് ഇടണം, അതിന്റെ പേഴ്സണൽ ചോയ്സ് ആണത്. നിങ്ങൾ കൈയെടുത്ത് അതിന് പറഞ്ഞൂടെ. പക്ഷെ നമ്മൾ വേറെ കാര്യത്തിന് നമ്മൾ പറയുന്നില്ലേ, അത് പറയുന്നില്ലേ. നമ്മൾ വേറെ കാര്യത്തിൽ എങ്ങനെങ്കിലും ഹസ്ബൻഡിനെ നമ്മൾ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കിയിട്ട് ആ കാര്യം ചെയ്യും, അല്ലെ. എന്തായാലും ചെയ്യിപ്പിക്കും നമുക്ക് വേണ്ടുന്നത്. അപ്പൊ അവിടെ എന്താണ് നഫ്സ് കയറി കളിച്ച്, അതിന്റെ കൂടെ ശൈത്താനും കയറി കളിക്കും. ഓക്കെ, പിന്നെ എന്താണ് നക്കാബ് ഞാൻ ഹജ്ജിന് പോയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ഇത് ഇനി റിമൂവ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഇത് ഇടും, നിങ്ങൾ എന്ത് പറഞ്ഞാലും സാരിയില്ല. ഓക്കെ, അപ്പൊ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞത് അള്ളാഹ് എന്നെ ടെസ്റ്റ് ചെയ്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വേണ്ടുന്ന കാര്യത്തിന് വി ആർ വെരി ഫേം ഓൺ ഇറ്റ്, അല്ലെ. വെരി ഫേം ആണ്. നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ അത് മാറ്റി കൊടുക്കൂല. അതുകൊണ്ട് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, അള്ളാനെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മൾക്ക് ആ ആവശ്യം വരേണ്ടത്. ഓക്കെ, പിന്നെന്താണ് സൊസൈറ്റിയിൽ വരുമ്പം എന്താണ് നമ്മൾ ഇതും കാണാം. അതായത്
ന്യൂസിലും അവിടെ ഇവിടെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിനെ പറ്റിയിട്ട് പലതും പറയുന്നുണ്ട് അല്ലെ, പലതും പറയും. പക്ഷെ എന്താണ്, ചില സമയത്ത് നമ്മൾക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് വിവരമില്ലായ്മയുണ്ട്. അത് ചിലത് നമ്മൾ കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ ഇവര് പറയുന്നത്, അങ്ങനെ പറഞ്ഞു പോകുന്നില്ലേ? അതായത് നമുക്ക് വിവരക്കേട് കൊണ്ടാണ് അത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഇതെന്തായിരിക്കണം, നമ്മൾ പഠിക്കുക, എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ശരിക്കുള്ള സത്യം എന്താണ്? ആൾക്കാർ ഇതൊക്കെ പറയുന്നില്ലേ, അപ്പൊ എന്താണ് ശരിക്കുള്ള സത്യം? നമുക്കറിയാം. നമ്മളിങ്ങനെ 5 നേരം നിസ്കരിക്കും, കുറെ ഓതും, ഖത്തമും കൂടി ഓതി തീർക്കും. അതിലുള്ള എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്? എന്താണ്? ഇതിനൊക്കെ ഉത്തരമുണ്ട്. അതായത് ഇവർ ഈ പറയുന്നത്, ഈ നോൺസെൻസ് ആയിട്ട് പറയുന്നതുണ്ടല്ലോ, ആൾക്കാർ പറയുന്നതിനെല്ലാം ഉത്തരമുണ്ട്. പക്ഷെ നമുക്കറിയില്ല, ബിക്കോസ് വി നെവർ ബോതേർഡ്. അതാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ഇസ്ലാമിക് നോളേജ്, നമ്മളെ ദീനി നോളേജ്, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ടുള്ള നോളേജ്, കറക്റ്റ് ഒത്തന്റിക് ആയിട്ടുള്ള നോളേജ് വി ഷുഡ് നോ ആസ് എ മുസ്ലിം. നമ്മൾ അറിയേണ്ട കാര്യമല്ലേ? നമ്മൾ വെറുതെ ഒരു എന്താണ് മുസ്ലിമായി ജനിച്ചത് കൊണ്ട് നമ്മൾ മുസ്ലിം ആയില്ല. എന്താണ്? ബൈ ചോയ്സ് നമ്മൾ മുസ്ലിം ആവണം, നോട്ട് ബൈ ബർത്ത്. അൽഹംദുലില്ലാ, ബൈ ബർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിം ആക്കിയത്. ബട്ട് ബൈ ചോയ്സ് ഓൾസോ നമ്മൾ മുസ്ലിം ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓക്കെ, ഈ ദീന് വന്നപ്പം, ഈ വഹി വന്നപ്പം വെറുതെ ആൾക്കാർ മുസ്ലിമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അവരങ്ങ് വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അവരെ പഠിപ്പിച്ച്, ഈ ഖുർആൻ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്, അത് പഠിപ്പിച്ച്. ഓക്കെ, അങ്ങനെയാണ് അവര് മുസ്ലിം, അവരിതെല്ലാം എന്താണ് ജീവിച്ചു പോയത്. നമ്മളോ? നമ്മൾ കുറെ ഓതും, ഒന്നും തിരിയാണ്ട് ഓതി കൂട്ടും അല്ലെ? ഡിഡ് വി ഈവൻ ബോദർ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്നുള്ളത്? ശരിക്കും നമ്മൾ ശ്രമിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്? എന്തായാലും ഇപ്പോഴത്തെ ഈ യുഗത്തിൽ നമുക്ക് ഒരിക്കലും മരിച്ചതിന്റെ ശേഷം അള്ളാഹിനോട് പറയാൻ പറ്റൂല അനക്ക് സമയമില്ലായിരുന്നു അള്ളാഹ് ഇതൊന്നും നോക്കാൻ പറയാൻ പറ്റുമോ? എവിടെ തിരിഞ്ഞാലും തുമ്മിയാ തെറിക്കുന്ന പോലെ ക്ലാസ്സസ് ഉണ്ട് അല്ലെ? എവിടെ തിരിഞ്ഞാലും ക്ലാസ്സസ് ആണ്. അപ്പൊ അതായത് നിങ്ങളെ ഇതിൽ തന്നെ, അതായത് എന്തെല്ലാം മോഡൽ ക്ലാസ്, ഫ്രീ ക്ലാസ് ഉണ്ട്, പക്ഷെ എല്ലാം ഒത്തന്റിസിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ ക്ലാസ്സസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ? ചില ആൾക്കാർ ജോയിൻ ചെയ്യും, നടുക്ക് വെച്ചിട്ട് ആ ആവേശം കുറഞ്ഞു പോകും, എന്താണ് പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതെല്ലാം നമ്മളൊരു ടെസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നക്കാബ് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അന്നേരം എനിക്ക് ഫൈറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്താണ്, അതൊരു ടെസ്റ്റ് ആയിരുന്നു, ഞാനിങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പഠിച്ചേ പറ്റൂ. നമ്മൾ വെറുതെ മുസ്ലിമായി നെയിം മുസ്ലിമായിട്ടും തലയിലിട്ടും ഇത് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര ആൾക്കാരുണ്ട് തലയിലിട്ടിട്ടും നക്കാബ് ഇട്ടിട്ടും മറ്റുള്ളവർ കണ്ട പോലെ കുറ്റവും മറ്റുള്ള പോലെ ഇതും പറഞ്ഞു നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇതെല്ലാം ഇട്ടിട്ട് ഇവരെന്താ ഇങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആസ് മുസ്ലിംസ് നമ്മൾ ഇത് പറയുന്നു അല്ലെ? അവരെ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ നോൺ മുസ്ലിംസ് എന്താണെന്ന് പറയാൻ ആലോചിച്ച് നോക്കും. എന്തിനാണ് കറാമയില്, ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറാമയില് നടന്ന ഈ റമദാൻ മാസത്തിൽ നടന്ന കൂത്താട്ട്, ഓക്കെ, സുബ്ഹാനല്ലാഹ്, എന്താണത്? ആ ഫുൾ 30 days അവര് കളി നിങ്ങളിൽ കണ്ടിട്ടോ? എന്തായാലും എല്ലാവരും റീൽസ് കാണുന്നത് അല്ലെ? അതാണ് പരസ്യമായ രഹസ്യം. എല്ലാവരും കാണുന്ന സാധനമാണ് ഈ റീൽസ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ആ സമയത്ത് കറാമയിൽ നടന്നത് ഒരു നോൺ മുസ്ലിം ആണ് പറഞ്ഞത്. അതായത് നമ്മൾ ശരിക്കും റേഡിയോയില് പാട്ട് വരെ പ്ലേ ചെയ്യാൻ അയാള്, അതായത് വേണ്ടാത്ത ഭക്ഷണം പാട്ടോ ഒന്നുമല്ല, നല്ല ഡീസന്റ് ആയിട്ടുള്ള പാട്ടാണ് അയാൾ പ്ലേ ചെയ്യാൻ. ബിക്കോസ് ആ മന്ത് ആയതോ അയാൾക്ക് അത്രയും ശരിക്കും പറയാൻ തക്കവുണ്ട്, ഒരു നോൺ മുസ്ലിം. അപ്പൊ മുസ്ലിം തലയിലിട്ട സ്ത്രീകളും എല്ലാം അടിച്ചു പൊളിക്കുന്ന ഈ സമയമാണ് ഇത്. ആകെ കൊല്ലത്തി കിട്ടുന്ന ഒരു സമയം, അത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഒരു ഇത് ഗ്യാരണ്ടി ഇല്ല. ആ സമയമാണ് നശിപ്പിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണത്? അവരെ കുറ്റം പറഞ്ഞ വിവരമില്ലായിരുന്നു. അതാണ്. അതുകൊണ്ട് ലേൺ യുവർ ദീൻ, നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾക്ക് ഈ ജീവിതം, എല്ലാവരും പറയുമല്ലോ, ചില എന്താണ് ഒരു ഇതുണ്ട്, ലൈഫ് ഡസ് നോട്ട് കം വിത്ത് മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവൽ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ലൈഫ് ഡസ് നോട്ട് അല്ല, ആസ് എ മുസ്ലിം നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ആ മാനുവലിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരാളെ തന്നെ തന്നിട്ടുണ്ട് നമ്മൾക്ക് കാണിച്ചു തരാൻ അല്ലെ? അതായത് നമ്മൾക്ക് ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം തലയിൽ കയറൂല. അപ്പൊ നമ്മൾ യൂട്യൂബ് നോക്കും, ഇവനെങ്ങനെയാണ് അല്ലെ ഈ മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പൊ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിയറി മാത്രമല്ല ഇറക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കി തന്നിട്ടുണ്ട് അല്ലെ? എന്തിന്? നമ്മൾക്ക് കാണിച്ചു തരാന്. നബിക്ക് ശേഷം സഹാബാക്കൾ ഇറക്കിയിട്ടുണ്ട് നമ്മൾക്ക് കാണിച്ചു തരാൻ, എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്.
പക്ഷെ വി ആർ നോട്ട് ബോധേഡ് അല്ലെ. നമ്മളിങ്ങനെ പാർട്ടി ചെയ്തിട്ടും കുറെ കല്യാണത്തിന് കൂടിയിട്ടും കുറെ പലതും ചെയ്തിട്ടും എല്ലാം ഇതൊന്നും പഠിക്കാനുള്ള ഒരു ഇതും ഇല്ല. നാളെ മരിച്ചു കഴിഞ്ഞാൽ വി ഹാവ് നോ എക്സ്ക്യൂസ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് പോയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാലോ യാ അല്ലാഹ് ഐ ട്രൈഡ്, അതെങ്കിലും പറയാൻ പറ്റൂലേ. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, പഠിക്കുക. ഇപ്പൊ ഉള്ള ക്ലാസ്സസ് ഇനി ഏത് നിമിഷവും നിന്ന് പോവാം, അങ്ങനത്തെ കോലത്തിലാണ് ലോകം പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ക്ലാസ് ഒത്തന്റിസിറ്റി പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒത്തന്റിസിറ്റി നോക്കിയിട്ട് ക്ലാസ്സസിലേക്ക് കയറാം, പഠിക്കുക എന്താണ് കറക്റ്റ് ആയിട്ട്. ശരിക്കും നമ്മൾ എന്തെല്ലാം സംഗതി ഉണ്ട് പഠിക്കാൻ. ഞാൻ ശരിക്കും ചോദിക്കും, ഇവിടെ ലേഡീസ് അല്ലേ ഉള്ളൂ, ശരിക്കുള്ള ഉസുൽ ചെയ്യുന്നത് എത്ര ആക്കറിയാം? ശരിക്കുള്ള ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ. ഞാൻ ആരും ഇതാക്കണേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ശരിക്കുള്ള ഉസുൽ അതായത് കുളി ആർക്ക് ശരിക്കറിയാം? സുന്ന പ്രകാരം എങ്ങനെയാണ് കുളിക്കേണ്ടത് പഠിച്ചിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? ആർക്കെല്ലാം അറിയാം? അതന്നെ അതാ പറയുന്നത്. അത് എല്ലാവരും ഒരു 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 ഹെസിറ്റേഷൻ കാണത്തില്ലേ? അതിൽ തന്നെ നോക്ക്, ആ കുളി ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ്. അതിൽ തെറ്റ് വന്നു പോയാൽ എന്താണ്, എല്ലാം പോയില്ലേ. നമ്മളെ ഇബാദത്ത്, നിസ്കാരം പോയി, എന്തെല്ലാം പോയി, നോമ്പ് പോയി, എല്ലാം പോയി, നമ്മളെ ഇബാദത്ത് പോയി. അപ്പൊ അത് ശരിക്കും, അതായത് ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെല്ലാം എങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് നാളെ പറയാൻ പറ്റുമോ അല്ലാഹ് ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല പറയാൻ പറ്റുമോ? ഇല്ല. വെറുതെ ഒരു ദുആ എഴുതി വെക്കും അല്ലെ. പണ്ടത്തെ കാലത്തല്ലേ എങ്ങനെയാണ്, നമുക്ക് ഒരു ബെൽപ്പിൽ നമ്മളെ എന്താ കല്യാണം കഴിഞ്ഞാല് ഒന്നും പറഞ്ഞു തരില്ല, ആ ബെൽപ്പിൽ ഉണ്ടാവും ഒരു ദുആ. ഈ ദുആ എന്തിനാ, ഏതിനാ, എന്താ ചെയ്യേണ്ടത് ഒന്നും ആർക്കും അറിയില്ല അല്ലെ. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പൊ പഠിക്കാം. there are resources, ശരിക്ക് പഠിക്കാം. അതുകൊണ്ട് വി ഹാവ് നോ ഇത് എക്സ്ക്യൂസ്. അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് പറയാൻ നമുക്ക് ഒന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം യാ റബ്ബേ ഐ ട്രൈഡ്. ആ ട്രൈഡ്, കാരണം അള്ളാഹ് ലുക്സ് അറ്റ് എഫേർട്സ്. അതാണ്, അതായത് നമ്മളെങ്ങനെ തുടക്കമില്ല, നമ്മളെങ്ങനെ എൻഡായി, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് അതന്നെ ഈ നോമ്പ് തന്നെ എന്താണ്, റമദാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫീസ്റ്റ് ചെയ്യാനാണ്. ലാലക്കും തക്കുലൂനാണ്. എന്തിനാണ്? ലാലക്കും തത്തക്കൂൻ, അതായത് സൂക്ഷ്മത കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ സൂക്ഷ്മത കൂട്ടൽ എങ്ങനെയാണ്? എന്താണ്, ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പെരുന്നാൾ തുടങ്ങിയാൽ പറയും വാ ഈ സിനിമക്ക് പോവാ, ഇത് റിലീസാണ്, അല്ലെങ്കിൽ വാ മ്യൂസിക് വെക്കാം, ഇത് മറ്റേതാണ്. അതായത് നിസ്കരിച്ചിട്ട് വന്നിട്ടുണ്ടാവില്ലേ നമ്മള്. അപ്പൊ പിന്നെ എന്താണ്, അവിടെ തക്കുവ കൂടിയാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തക്കുവ കൂടാ, പിന്നെ പോസ് ചെയ്യലല്ല തക്കുവക്ക്. ആ തക്കുവ നമ്മൾ കൂട്ടി കൂട്ടി അള്ളാന്റെ അടുത്ത് എത്തുന്നവരെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ തക്കുവ കൂട്ടി കൂട്ടി അള്ളാന്റെ അടുത്ത് എത്തലാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ജന്ന ആർക്കാണ്? ലിൽ മുത്തഖീൻ, മുത്തഖീൻകാണ് ജന്ന അല്ലെ. ഹിദായത്ത് ആർക്കാണ്? ലിൽ മുത്തഖീൻ, എല്ലാം മുത്തഖീൻകാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി എന്താണ്? അതാണ് സൊസൈറ്റി. ഓക്കെ, സൊസൈറ്റി പലതും നമ്മളോട് പറയും. നമ്മളിപ്പോ ആൾക്കാരെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? ആരാണ് ആൾക്കാരെ അതായത് ഡിസ്പ്ലീസ് ആക്കിയിട്ട്, അതായത് ആൾക്കാരെ ആങ്കർ കിട്ടിയിട്ട്, ഓക്കെ, ആൾക്കാരെ ദേഷ്യം എല്ലാം പിടിച്ചു പറ്റിയിട്ട് അള്ളാനെ പ്ലീസ് ചെയ്യുന്നവര്, ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രതിഫലമാണ് കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് എന്താണ്, നമ്മൾ ആൾക്കാരെ പ്ലീസ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അല്ലെ. ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്ത് പണി എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കുറ്റം അവർക്ക് ഉണ്ടാവും അല്ലെ. അതായത് നല്ല കാര്യങ്ങൾ നമ്മൾ എത്രയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരു തെറ്റ് അത് മതി ആ നല്ലത് മൊത്തം അല്ലെ ഇതാവാൻ, അത് ആൾക്കാരുടെ ഇടയിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, ചെറിയ നമ്മൾക്കും കൂടി എന്താണ് മനസ്സിലാവാത്തത് വരെ എന്താണ് അതുവരെ എടുത്ത് പുറത്തിടും. അള്ളാഹ് ഡസ് നോട്ട് ലീവ് എനിത്തിങ്. അള്ളാഹ് ഒരിക്കലും ഒരു ഗുൽമും ആരോടും ചെയ്യൂല. ബിക്കോസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസ് ദ പെർഫെക്റ്റ് ജസ്റ്റിസ്. അതായത് നമ്മൾക്ക് പ്രതിഫലം നൽകുന്നത് എന്താണ്, അതിന്റെ തുല്യമായിട്ടല്ല, അതിന്റെ എന്താണ് മൾട്ടിറ്റ്യൂഡ്സ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത്. ഇതിന്റെ ബാറ്ററി പോയി, ഇതെല്ലാം കേൾക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ. ഓക്കെ, ഇനി വർക്ക് പ്ലേസ്. ഓക്കെ, വർക്ക് പ്ലേസ് ചാലഞ്ചസ് എന്തൊക്കെയാണ്? എല്ലാവരും വിചാരിക്കും മുസ്ലിമാർക്ക് പണിയെടുക്കാൻ പാടുണ്ടാ, പണിയെടുക്കാൻ പാടുണ്ടാ? ഞാൻ ചോദിക്കട്ടെ, കേൾക്കുന്നുണ്ടാ? ഓക്കെ, ഒരു മുസ്ലിമ പണിയെടുക്കാൻ പാടുണ്ട? പെണ്ണുങ്ങള്, സ്ത്രീകള്
പണിയെടുക്കാൻ പോകാൻ പാടുണ്ടാ? നിങ്ങൾ പറ. ആരാണ് നോ പറയുന്നത്? കൈകൊണ്ട് പൊന്തിക്ക്. നോ പറയുന്ന ആരുമില്ല? യെസ് പറയുന്ന ആരൊക്കെ ഉണ്ട്? അൽഹംദുലില്ലാ. പിന്നെ കാരണം അങ്ങനത്തെ ഇതിന്റെ മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്ത്രീകൾക്ക് എന്താണ് വർക്കിങ്ങിന് പോകാം. ശരിക്കും സ്ത്രീകൾ പഠിക്കണം. കാരണം നമ്മളെ വഹി തന്നെ ഫസ്റ്റ് ഇറങ്ങിയ വേർഡ് എന്താ ഇഖ്റ. അതിൽ തന്നെ എന്താണ് വേറെ വേർഡ് ഉള്ളത്? കലം. രണ്ടും ഉണ്ട്. രണ്ടും ആ ടൂൾസ് ഓഫ് നോളേജ് അല്ലെ. അപ്പൊ നോളേജ് അത് ഇസ്ലാമികമായ നോളേജ് മാത്രമല്ല അള്ളാന്റേത്. ഈ എല്ലാ നോളേജും അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് തന്നെയാണ് അല്ലെ. എല്ലാ നോളേജും അള്ളാന്റെ നോളേജ് തന്നെയാണ്. അപ്പൊ അതെല്ലാം എന്താണ്? ആണായാലും പെണ്ണായാലും അവര് പഠിക്കണം, അവര് മനസ്സിലാക്കണം. പണിക്ക് പോകുന്നതിനും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ എന്താണ്? there are some rules. ആ ബൗണ്ടറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ, എന്താണ് ബൗണ്ടറി? അതറിയോ ആർക്കെങ്കിലും? അതായത് ഇവിടെയാണ് നമ്മൾക്ക് എന്താണ് വിവരം ഇല്ലായ്മ. അതായത് പണിക്ക് പോവും, ഓക്കെ, പക്ഷെ എന്താണ്? വിത്തിൻ വാട്ട് അള്ളാഹ് ഹാസ് സെറ്റ്, ആ ബൗണ്ടറീസ്. എന്താണ് ബൗണ്ടറീസ് ശരിക്കും? എന്താണ് ബൗണ്ടറീസ്? നമ്മളെ ഡ്രസ്സിങ് എന്തായിരിക്കണം? നമ്മുടെ ഡ്രസ്സിങ്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് എന്തായിരിക്കും? വെരി മോഡസ്റ്റ് ആയിരിക്കണം, ലൂസ് ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കരുത്. ഓക്കെ, നഖാബിന്റെ റൂളിങ്സിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഓക്കെ, ചില സ്കോളേഴ്സ് പറയുന്നത് അത് ഫർദാണ്, ചിലത് പറയുന്നത് സുന്നയാണെന്നുള്ളത്. സോ ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ, ഇനി നഖാബ് ഇടാത്ത ആളാണെങ്കിൽ ഫുൾ മേക്കപ്പിലാണ് പോകാനുള്ളത്? അല്ല. എന്താണ്? മേക്കപ്പ് ഇടാതെ അത് യു ഷുഡ് നോട്ട് ബ്രിങ് അറ്റൻഷൻ ടു യുവർ സെൽഫ്. അതാണ് ഒരു മുസ്ലിം, ഒരു സ്ത്രീകൾ എന്താണ് നമ്മളെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് മറ്റുള്ള നോൺ മെഹ്റമിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു അട്രാക്ഷൻ നമ്മളിൽ വരാൻ പാടില്ല. അപ്പൊ എന്താണ്? നഖാബ് ഇടാത്തവരാണെങ്കിൽ എന്താണ്? മേക്കപ്പ് ഇടാതെ നല്ല രീതിയിൽ പോവാൻ. ഇനി നഖാബ് ഇടുന്നവരാണെങ്കിൽ ഫുൾ മേക്കപ്പിൽ നടന്നോ, ഒരു കുഴപ്പമില്ല, ആരും കാണില്ല. കണ്ണിന്റെ മേക്കപ്പ് കൂടുതൽ ചെയ്യാണ്ടാന്നുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ പോവാം. ഇനി നോൺ മെഹ്റമിനോട് സംസാരിക്കുന്ന രീതി അതെന്തായിരിക്കണം? നോൺ മെഹ്റമിനോട് സംസാരിക്കാനേ പാടില്ലേ? ഞാൻ ചോദിക്കട്ടെ, പാടില്ലേ? പാടുണ്ട്. പിന്നെ എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്ന? ഗ്രോസറി ഇതെല്ലാം നമ്മൾ വിളിക്കാൻ. പക്ഷെ അതിനും റൂളിങ്സ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കണം? നമ്മളെ കാര്യം പറയാ. ഓക്കെ, നമ്മളെ കാര്യം പറയാന് അവിടെ തീർക്കാം. അതായത് ടൂ മച്ച് ഓവർ മിംഗ്ലിംഗ് നോൺ മെഹ്റമായിട്ട് പാടില്ല. ഇതിനൊക്കെ എന്താണ് കാരണങ്ങൾ? നമ്മളിപ്പോ ഇസ്ലാം എന്തൊരു സ്ട്രിക്റ്റ് ആണ് ഇതാണല്ലോ വിചാരിക്കാൻ. എന്തുകൊണ്ടാണ് നോൺ മെഹ്റമിനോട് അധികം സംസാരിക്കേണ്ടതെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് അവർക്ക് നിങ്ങളെ പറ്റിയിട്ട് വേണ്ടാത്തത് അവരെ തലയിൽ കയറും, അവര് വേണ്ടാത്തത് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇത് വെസ്റ്റിലാണ് നടന്നത്. വെസ്റ്റില് ഓക്കെ, എല്ലാവരും പറയല്ലോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഫ്രണ്ട് ആവാം, പ്ലറ്റോണിക് റിലേഷൻഷിപ്പ് ആവാം, മറ്റെങ്ങനെ റൊമാൻസും ഇതൊന്നും വേണ്ടാന്ന്. ഓക്കെ, ഒരു സ്റ്റഡി നടത്തിയവര് കുറെ ചെറുപ്പക്കാരോട് ചോദിച്ച്, ഓക്കെ, കുറെ ചെറുപ്പക്കാരോട്, സ്ത്രീകളെല്ലാം എന്താ ഈ കാര്യത്തിൽ മണ്ടന്മാരാ ശരിക്കും പറഞ്ഞാല്. ഓക്കെ, സ്ത്രീകൾ പറഞ്ഞ യാർ ഫ്രണ്ട്സ് അത് ഇത് എന്നല്ല. ഓക്കെ, അവർക്ക് ഫ്രണ്ട്സ് ഇത്. പക്ഷെ എല്ലാ ആൺകുട്ടികളോട് ചോദിച്ചപ്പോ ഓക്കെ, അവരെന്താ പറഞ്ഞത്? വി ആർ ഇൻട്രസ്റ്റഡ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വി ആർ ഇൻട്രസ്റ്റഡ്. അതാണ് അവര് പറഞ്ഞത്. സ്ത്രീകൾ അത് പറഞ്ഞില്ല. എല്ലാവരും എന്താണ് പറയുന്നത്? വി ആർ ഫ്രണ്ട്സ്, വി ആർ ലൈക്ക് ബ്രദേഴ്സ്. പക്ഷെ അവരോ? അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അള്ളാഹ്ക്ക് അറിയാം ആണിങ്ങനെയാണ് പെണ്ണിങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾക്ക് റൂൾസ് തന്നിട്ടുള്ളത്. വൈ ആർ വി ഫൈറ്റിംഗ് ഇറ്റ് അല്ലെ? എന്തിനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? ശരിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരിക്കലും ഒന്നാവൂല, ഈക്വൽ ആവില്ല. ഇപ്പോഴത്തെ ഇതാണല്ലോ ഫെമിനിസ്റ്റ്. ഇതെന്താണ്? ദേ വോണ്ട് ടു ബി ഈക്വൽ. ഒരിക്കലും ഈക്വൽ ആവില്ല. എങ്ങനെ ഈക്വൽ ആവാന്? ഒരേപോലത്തെ ശരീരമാണോ രണ്ടുപേർക്കും? ഒരേപോലത്തെ ഇന്റലക്ട് ആണോ രണ്ടുപേർക്കും? ദേ വെരി ഡിഫറെന്റ്. ഒരേപോലത്തെ സ്ട്രെങ്ത് ആണോ രണ്ടുപേർക്കും? ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ട്രാൻസ്ജെൻഡർ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആത്ലീറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് അവരെന്നിട്ട് എന്താണ് വിമൻസ് ഇതിൽ അത്ലറ്റിക് ഇതിൽ ചാലഞ്ച് ചെയ്തിട്ട് അവരാണ് ഫസ്റ്റ് വരുന്നത്. അത് വീക്കസ്റ്റ് ആണാണത്. ഓക്കെ, അവനിക്ക് ഇത് കിട്ടേണ്ടിയിട്ട് പെണ്ണായിട്ട് എത്ര സ്ട്രോങ് വിമൻ ആണെങ്കിലും ഹീസ് കമ്മിങ് ഫസ്റ്റ്. അപ്പൊ തന്നെ നോക്കിയാ പോരെ. അതായത് ശരിക്ക് വി ആർ ഡിഫറെന്റ്. ആരാണ് ഈക്വൽ? നത്തിങ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കണ്ണിൽ ഓക്കെ ആരാണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്? അതായത് ആണായാലും പെണ്ണായാലും
ഓക്കെ, ആണായാലും പെണ്ണായാലും ആരാണ് ഏറ്റവും എന്താണ് നല്ല അമലുകൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്യുന്നത്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നത്, അവരാണ് അള്ളാന്റെ കണ്ണിൽ ആണായാലും പെണ്ണായാലും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ. ഓക്കെ, അള്ളാഹ്ക്ക് ഇവിടെയാണ്, ഇതാണ് എഫേർട്സിനാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഓക്കെ, ഈ ദുനിയയെ തന്നെ നോക്ക്, ഇപ്പൊ കാണുന്നില്ലേ ആണ് പെണ്ണ് ഇല്ലാണ്ട് ഇപ്പൊ ടോയ്ലറ്റും അത് ഇതെല്ലാം ആയിട്ട് ഇപ്പൊ എന്താണ് ഈ ചെയ്ത പെണ്ണുങ്ങൾക്ക് തന്നെ പ്രശ്നമായി ഇപ്പൊ ഇതെല്ലാം. കാരണം എന്തുകൊണ്ടാണ് ഈ ആണുങ്ങളെല്ലാം ഓക്കെ, ഈ ആണുങ്ങളെല്ലാം എന്താണ് ഇവിടെ കേറും. അപ്പൊ ഇവര് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ, റേപ്പ് വരെ നടക്കുന്നുണ്ട്. ഇവര് പെണ്ണാന്ന് പറഞ്ഞിട്ട് പോകും, എന്നിട്ട് റേപ്പ് വരെ. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ റൂൾസ് തന്നത് നമ്മൾ അടിച്ചമർത്താനല്ല. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റൂൾസ് തന്നത്? ശരിക്കും ടു പ്രൊട്ടക്ട് അസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിക്കും ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യൂല. അതാണ് നമ്മൾക്ക് എന്താണ് നമ്മൾക്കത് ഈ വെസ്റ്റ് പല ഒരു ചിത്രമാണ് കാണുന്നത് അല്ലെ. അവർക്ക് ഇങ്ങനെ എന്താണ് ഡ്രസ് ഇല്ലാണ്ടും പല വിധത്തിലും അവർക്ക് ഡ്രസ് ഇല്ലാണ്ടും പല വിധത്തിലും അവർക്ക് നടക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ്, അതായത് വെസ്റ്റ് മെന്റാലിറ്റി നമ്മൾ ഇതിലേക്ക് സീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ എന്താണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓണർ ചെയ്തതാണ് എന്ത്, ഈ ഇസ്ലാം നമ്മൾക്ക് നൽകിയിട്ട്. പക്ഷെ എന്താണ് ആൾക്കാർക്ക് വേണ്ടാത്ത സംഗതിയിൽ എന്താണ് അതിലേക്ക് ചാടിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ. ആരാണ് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ചു പോകുന്നത്? ഈ വെസ്റ്റ് എന്ന് പറയുന്ന ഇത് എന്തെങ്കിലും ഒരു സമാധാനം അവർക്ക് ഉണ്ടാകും. അവരെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് സ്പെഷ്യലി അമേരിക്കയിൽ ഓക്കെ എത്രയോ കുട്ടികളുണ്ട് ഇവരിങ്ങനെ എന്താണ് ഇതാക്കിയിരുന്നത്. ഓക്കെ, എത്രയോ കുട്ടികളുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്കൊന്നും ഉപ്പ ആരാന്നറിയില്ല. ലാസ്റ്റ് എന്താ ആയി വരാൻ ചിലപ്പോ സ്വന്തം ബ്രദർ സിസ്റ്റർ ആയിട്ട് കല്യാണം കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇങ്ങനത്തെ റൂൾസ് എല്ലാം തന്നിട്ടുള്ളത്? ബിക്കോസ് ടു പ്രൊട്ടക്ട് അസ്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്, ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതെല്ലാം വലിയ റീസർച്ച് എല്ലാം നടത്തിയിട്ടുണ്ടല്ലോ, എല്ലാവരും കാണിച്ചു കൊടുക്കും. എന്നാലും എന്താണ് ആർക്കും ഇതിലേക്ക് വരണ്ട. പക്ഷെ എന്താണ് ബുദ്ധിയുള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കാണുന്നില്ലേ, അതായത് ഇസ്ലാമിനെ പറ്റിയിട്ട് ഇത്രയും പറയുന്നത് കൊണ്ട് നൗ മോർ ദൻ എവർ ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ ഇസ്ലാമിലേക്ക്. എന്തുകൊണ്ടാണ്? അവർ ആദ്യം വിചാരിക്കും ഇതെന്താ ഇത്ര ഈ റിലീജിയനെ പറ്റിയിട്ട് പറയാനുള്ളത്. അവര് പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് തഫ്സീറും വേണ്ട ഒന്നും വേണ്ട. അവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദിസ് ഇസ് ദ ട്രൂത്ത് എന്നുള്ളത് അല്ലെ. നമ്മൾക്ക് ഇത് ഉണ്ട്, വി ഹാവ് ദിസ് ട്രഷർ. എന്നിട്ട് നമ്മൾ അതിനെ എന്താണ് എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ എന്താണ് അതായത് വർക്ക് പ്ലേസിലും ഇതേപോലെ പല പല ഇത് ഉണ്ടാവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റിസ്ക് ഇസ് ഫ്രം അള്ളാഹ്. നമ്മളെ ബോസോ നമ്മളെ കമ്പനിയോ ഇതൊന്നും അല്ല നമ്മൾക്ക് റിസ്ക് തരുന്നത്. ഈ കമ്പനിയിൽ ജോലി ചെയ്താൽ മാത്രം എനിക്ക് ഇത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അള്ളാഹ് തന്നെ വിചാരിക്കണം അത് കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലും വേണ്ടാത്തത് വർക്ക് പ്ലേസിൽ നടക്കുന്നതാണെങ്കിൽ, അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആസ് എ മുസ്ലിമ നമ്മൾ പാടില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുക. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനി ഒരു വിധത്തിലും ഇല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാവാൻ. കാരണം എന്താണ് ആരാണ് റിസ്ക് തരുന്നവൻ? ആദ്യം അത് മനസ്സിലാക്കുക. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇതെല്ലാം എന്താണ് അറിയോ, ഈ മിസ്സിങ് എന്താണ്? തവക്കുലാണ് മിസ്സിങ് അല്ലെ. നമ്മൾ തവക്കുലാണ്, നമ്മൾക്ക് അള്ളയിൽ വിശ്വാസമുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ തവക്കുൽ നമ്മൾ കാണിക്കുന്നു. ആ തവക്കുൽ നമ്മളത് കൂട്ടിക്കൊണ്ടുവരാം. നമ്മൾ ആലോചിക്കാൻ എന്തിനാണ് ഇതിനെല്ലാം എന്താണ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യണം ഖുർആൻ. അതിൽ നബിമാരുടെ കഥകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഹൗ യു ക്യാൻ ഇൻക്രീസ് ദാറ്റ് തവക്കുൽ. നമ്മൾ കാണുന്നില്ലേ മൂസ അലൈഹി സ്വലാമിന്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി അല്ലെ. മൂസ അലൈഹി സ്വലാം ഓക്കെ, മൂസ അലൈഹി സ്വലാം ബനി ഇസ്രായേലുമായിട്ട് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നീ പോയിക്കോ, ഇവിടെ വിട്ടു പോയിക്കോ എന്നുള്ളത്. ഓക്കെ, ആ ഓർഡർ വന്ന് ടു ഗോ അവേ ഫ്രം ദെയർ. ഓക്കെ, ഇവര് പോകുമ്പം എന്താണ് ബാക്കിൽ ആരാ ഉള്ളത്? ഫിറഔന് മനസ്സിലാവും, ഫിറഔനും കൂട്ടറും ബാക്കിൽ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. മുമ്പിൽ എന്താണ് ഇവർ ഓടി എത്തുന്ന മുമ്പിൽ എന്താണുള്ളത്? കടല്. ഓക്കെ, ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അല്ലെ. ആൾക്കാരില്ല, അതായത് 6 ലക്ഷം ആൾക്കാരുണ്ട് മനീസിൽ. നമുക്ക് രണ്ടാൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നും അല്ലെ. ഇത് 6 ലക്ഷം ആൾക്കാർ. ഓ മൂസ കുറെ നാളെ ഇതുവരെ നമ്മൾ ജീവൻ പോയിട്ടില്ലേ, ഇനിയിപ്പോ നീ വന്നിട്ട് ഇനിയിപ്പോ നമ്മൾ മുങ്ങി മരിക്കാൻ തന്നെ പോകുന്നതാണ്. ഇതാണ് പറഞ്ഞത്, നമ്മൾ എന്തായാലും മുങ്ങി മരിക്കാൻ പോകുന്നത്, തീർന്ന കാര്യം. നമ്മളും അതെന്നെയാ പറയാന്. നമ്മൾ ഓരോ സ്ഥാനത്ത് ആലോചിച്ച് നോക്ക്, മുമ്പിൽ കടല്, ബാക്കിൽ കൊല്ലാൻ വരുന്ന ആൾക്കാർ. നമ്മൾ എന്താ പറയാ?
ഇത് തന്നെ പറയൂ. മൂസ അലൈഹി സ്വലാം എന്താണ് പറഞ്ഞത്? കല്ല. കല്ല എന്ന അറബിക്കിലെ വാക്ക് എന്താണ്? അതിന്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൂക്കി കൊടുക്കൂലേ, ഒച്ച വെക്കൂലേ, അതാണ് കല്ല. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്റെ റബ്ബ്, മഅയ എന്റെ കൂടെ തന്നെ ഉണ്ട്, സയഹ്ദീൻ എന്തായാലും എനിക്ക് ഗൈഡൻസ് നൽകും. അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ധൈര്യം നമ്മൾ ആക്കി കൊണ്ടുവരണം. എവിടെ തവക്കുൽ കാട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിൽ ഓപ്പൺ ഡോർസ് ഫോർ യു. അവിടെയാണ്, അതായത് നമുക്ക് വർക്ക് പ്ലേസിൽ നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ജോലി എനിക്ക് വിടാനേ പറ്റൂല, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത്, അത് ഇത് അതല്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, ഹദീസനില്ലേ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം വിട്ടു കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹു വിൽ റിപ്ലേസ് ഇറ്റ് വിത്ത് മച്ച് ബെറ്റർ. അതിലെ വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസമാണ് മിസ്സിംഗ്, ആ തവക്കുലാണ് മിസ്സിംഗ്. അതാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത്. അപ്പൊ വർക്ക് പ്ലേസ് ചാലഞ്ചസ് പലതും ഉണ്ടാവും. അപ്പൊ എന്താണ്? വി ഷുഡ് നെവർ കോംപ്രമൈസ്. നമ്മൾ ആ മുസ്ലിം ഐഡന്റിറ്റി വി വിൽ നെവർ കോംപ്രമൈസ്. ഓക്കെ, ബി ബോൾഡ്. ശരിക്കും ചില സമയത്തുണ്ടല്ലോ നമ്മളിതെല്ലാം ഇട്ട് നമ്മൾ ആരോളി നോക്കുന്നത്, നമ്മൾ തീവ്രവാദി എന്ന് പറയുന്നുണ്ടോ, മറ്റേത് പറയുന്നുണ്ടോ, ഇവരെന്തോളി ഇങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ ഞാൻ ഫസ്റ്റ് നക്കാബിട്ടിട്ട് പോകും, ഞാൻ വെച്ചു ഇവരെന്തോളി വിചാരിക്കുന്നത് എന്റെ മനസ്സിൽ വന്നില്ലേ. അന്നേരം അതെല്ലാം ഞാൻ ഔദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. പക്ഷെ അള്ളാഹ് തന്നെ എന്താണ് ആൾക്കാരെ കൊണ്ടുവരും, എന്താണ് നമ്മളെ ഒരു സമാധാനിപ്പിക്കാൻ. ഏതെല്ലോ ആൾക്കാർ, അതായത് ഈ ടൂറിസ്റ്റുള്ള കുറെ ഉണ്ടല്ലോ, അവരെന്നെ നോക്കിയിട്ട് എന്താണ് നല്ല സ്മൈലും എന്നോട് എന്താണ് ഇത് ഗ്രീറ്റിംഗ്സും എല്ലാം. അപ്പൊ ഞാൻ വെച്ചാൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ മനസ്സിലൊരു സമാധാനം തരുന്നതാണ്. അതാണ് അള്ളാന്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹിസ് ഹെൽപ്പ് ഇസ് ഓൾവേസ്, ഇറ്റ് വിൽ ബി ദെയർ, ഇറ്റ് ഇസ് ഓൾവേസ് ദെയർ. നമുക്കാണ് അത് അറിയാത്തത്. അപ്പൊ എന്താണ്? അതായത് നെവർ കോംപ്രമൈസ്. ആ കോംപ്രമൈസിന് നിന്ന് കൊടുക്കണ്ട. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം അള്ളയാണ് അർ റസാഖ്, ഹി ഈസ് ദ വൺ ഹു ഗിവ്സ് യു റിസ്ക്. ഓക്കെ, ഇനി സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇതിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഹിജാബിന്റെ പ്രശ്നം തന്നെ, മെയിൻ ആയിട്ട് ഹിജാബിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഹിജാബിന്റെ പ്രശ്നം, ഇപ്പൊ അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ് ബോയ് ഫ്രണ്ട്സും അതും ഇതും, ഇതെല്ലാം ട്രെൻഡിങ് ആണ്. ഓക്കെ, നമ്മൾക്ക് ഇതൊന്നും വിചാരിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഓരോ കുട്ടികളെ ഇതെല്ലാം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഖുർആനില് സൂറ നൂറും അതിലുള്ള റൂളിങ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഒരു മുസ്ലിം ഇതെല്ലാം ചെയ്യുമോ അല്ലെ? നമ്മൾ ജിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ അതിൽ റൂളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിയ മുസ്ലിംസിനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മളെ മനസ്സിൽ മുസ്ലിംസ് ഇതൊക്കെ ചെയ്യൂ, ഈ സീനല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാവരും എല്ലാം ചെയ്യൂ. അതുകൊണ്ടാണ് അതെല്ലാ ആയത്തുകളിലും വന്നിട്ടുള്ളത്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഹോപ്പ്ലെസ് ആവരുത്. അള്ളാഹ് ഈസ് ഗിവിംഗ് us hope. എന്ത് തെറ്റിലേക്ക് പോയി കഴിഞ്ഞാലും ഇഫ് യു ടേൺ ബാക്ക് ടു ഹിം, അള്ളാഹ് ഈസ് എവർ റെഡി ടു ആക്സെപ്റ്റ് യു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്കൂള്, കോളേജസിൽ ഇതെല്ലാം എന്താണ്? ഹിജാബിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട്, ഹിജാബിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങൾ, പിയർ പ്രഷർ, ഇതാണല്ലോ. അപ്പൊ നമ്മളെ കുട്ടിക്കെല്ലാം എന്താണ് പിയർ പ്രഷർ, ഇവരെ കൂടെ ഇതാക്കണം അതാക്കണം, അതാണ്. അപ്പൊ കുട്ടികളെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇത് വെസ്റ്റിലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ഈ കുട്ടി ആദ്യമായിട്ട് ഹിജാബ് ഇടാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എല്ലാവരും ചോദിക്കല്ലോ ഇത് നീ ഹിജാബ് ഇട്ടിന്, അതിട്ടിന് ഇതിട്ടിന്. അപ്പൊ ഈ കുട്ടി എന്താക്കി, ഒരു വീഡിയോ ഉണ്ടാക്കി. ഒരു വീഡിയോ ഉണ്ടാക്കി കുട്ടി. ഇത് 12-14 വയസ്സുള്ള കുട്ടിയാണ്. ഓക്കെ, ചെറിയ കുട്ടി. അപ്പൊ ഈ വെസ്റ്റില്, ഓക്കെ, US ഈ കുട്ടി വീഡിയോ ഉണ്ടാക്കിയിട്ട്, അതായത് എന്തിനാണ് ഞാൻ ഹിജാബ് ഇടുന്നത്, എന്തിനാണ് ഇത്, അതിന്റെ എല്ലാ കാരണങ്ങളും എല്ലാം വെച്ചിട്ട്, എന്നിട്ട് ഈ കുട്ടി പറയുന്നത് എന്തിനാ ഞാൻ വീഡിയോ ഉണ്ടാക്കിയത്, എല്ലാവരും ചോദിക്കുമ്പോൾ ഇത് ഇത്ര കൊടുത്താൽ മതിയത്. അപ്പൊ കണ്ടില്ലേ, അതാണ്. അതായത് നമ്മൾ വി നീഡ് ടു നോ ഹൗ ടു നാവിഗേറ്റ് ത്രൂ ഇറ്റ്. ഓക്കെ, അതായത് ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ധൈര്യം തരും. അത് നമ്മളെ മക്കളാണ്, നമ്മൾ പഠിക്കട്ടെ, അതിന് നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക. പിന്നെ അവരെ പാടെ അവര് അത് ഉൾക്കൊണ്ട അൽഹംദുലില്ലാ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. പല കാര്യങ്ങളും കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, പലതുമായിട്ട് എന്താണ് ആ ബോൾഡ് ആയിട്ട്, ഓക്കെ, ആ ഫേം ആയിട്ട് നിൽക്കാൻ നമുക്ക് എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ തന്നെ, വേറൊന്നുമില്ല. പല ചാലഞ്ചസും എല്ലാവർക്കും ഉണ്ട് അല്ലെ? ഡെയിലി ലൈഫിലുള്ള ചാലഞ്ചസ് ആണ് പലതും. ഓക്കെ, ഈ പറഞ്ഞ പോലെ പിയർ പ്രഷർ, ബോയ് ഫ്രണ്ട് ഉണ്ടോ, മറ്റേതുണ്ടോ, ഇതെല്ലാം നമ്മളെ മക്കൾ തന്നെയാണ് ഇതെല്ലാം. എന്താണ് പിന്നെ എന്താണ് ഭാഷ, എന്താണ് അതായത് എഫ് വേർഡും മറ്റേ വേർഡെല്ലാം അതിലിപ്പോ എന്നാൽ ആദ്യ കുട്ടികൾക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ഇറ്റ് ഇസ് വെരി ഇത്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഒന്ന് സോപ്പിട്ടിട്ട് ചെറിയ ചെയ്യായുള്ളൂ, നമുക്ക് അത്രയും കേൾക്കാൻ പറ്റത്തില്ല അല്ലെ? പക്ഷെ അത് കേട്ട് കുട്ടികൾ അത് ശീലാമെന്ന് അവരെ വായിൽ നിന്നും അത് വരും.
അപ്പൊ എന്താണ് അതെല്ലാം ശരിക്ക് എന്താണ് അത് നമ്മൾ ഇതിലേക്ക് ആ ഫേംനെസ് വരുത്തിക്കണം. അതിനെന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ പഠിക്കണം. നമ്മൾ മെല്ലെ മെല്ലെ, അതായത് പഠിക്കുന്ന ഒരു ടീച്ചറെ പോലെ കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പറയുന്നതിനെക്കാട്ടിയും നല്ലത് എന്താ, നമ്മൾ എങ്ങനെയാണ്, അതായത് അവര് കാണണം നമ്മൾ ഇത് പഠിച്ചിട്ട് നമ്മളിലുള്ള മാറ്റം. ആ കാണുന്നത്, ആ മാറ്റം കണ്ടു കഴിഞ്ഞാലാണ് അവരും വിചാരിക്കാൻ എന്തോ മാറ്റം ഉമ്മക്ക് ഉണ്ടല്ലോ. അത് അവർക്ക് തോന്നണം. ആ മാറ്റങ്ങളിലാണ് അവർക്ക് അത് എത്തുള്ളൂ. നമ്മൾ എന്തോ പറഞ്ഞ് പക്ഷെ ചെയ്യുന്നത് എന്തോ ആണെങ്കിലും അവരും അതേപോലെ തന്നെയല്ലേ ചെയ്യാൻ. അപ്പൊ എന്താണ് അവർക്കും ആ ഇത് കൊടുക്കാൻ, ആ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ, ആ ഫേംനെസ് ഇതിലൂടെ കൊടുക്കാൻ. കാരണം ഇപ്പൊ കോളേജസും യൂണിവേഴ്സിറ്റീസും പലതും നടക്കുന്നത് അല്ലെ. ഇപ്പം തന്നെ ഇപ്പൊ എന്താണ് ഇപ്പം അടുത്ത് തന്നെ നടന്ന ജുംബ ഡാൻസ് എന്തോ എന്തെന്നാ ആൾക്കാരുടെ മുമ്പിൽ തുള്ളൽ, ഇതെല്ലാം നമുക്ക് പാടുള്ള സംഗതിയാണ് ഈ സുംബയും കമ്പയെല്ലാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം എങ്ങനെ നോ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ നോ പറയുമ്പം എന്താണ് വി ബിക്കം അലോൺ അല്ലെ. അതാണല്ലോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു, നമ്മൾ ഒറ്റക്കായി പോകുന്നു. അപ്പൊ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ബോധം നമ്മൾ അവരിൽ വരുത്തിക്കണം. ഓക്കെ, നമ്മൾ എന്തും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഒറ്റപ്പെട്ടിട്ടല്ല. നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും, പക്ഷെ അള്ളാഹ് ഈസ് ഓൾവേസ് ദെയർ. ഈ ആൾക്കാരെല്ലാം കൂടെ തന്നെ ഉണ്ടാവോ? എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഓക്കെ, എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു ദിവസം അവർ പോകൂലേ, ഒരു ദിവസം അവരില്ലാണ്ടാവും അല്ലെ. എന്തെങ്കിലും കാരണം കൊണ്ട് അവരില്ലാണ്ടാവും. അപ്പൊ ആരാണ് എപ്പോഴുള്ള ആള്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിന്റെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുക, വേറെ ഒരു ഇതുമില്ല. ഓക്കെ, ഇനിയിപ്പോ പ്രോബ്ലം സൊല്യൂഷൻ എല്ലാം പറഞ്ഞു തന്നു അല്ലെ. ഈ പ്രോബ്ലം അറിയാൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ ഇതിലൂടെ എല്ലാം എങ്ങനെയാണ് നമ്മൾക്ക് അത് നാവിഗേറ്റ് കൊണ്ടുപോവാന് 3 ടൂളാണ് ദാറ്റ് എവറി മുസ്ലിം വിമൻ നീഡ്. എന്താണത്? ഒന്ന് സബർ. ഓക്കെ, എന്താണ് സബർ? എന്താണ് ശരിക്കും സബർ? ക്ഷമ. പക്ഷെ എന്താണ് ക്ഷമ? എന്താണത്? ഓക്കെ, അത് വെറുതെ അനങ്ങാണ്ട് നിന്നിട്ട് സൈലന്റ്ലി എല്ലാം സഹിച്ചു നിൽക്കണം എന്നില്ല. അതല്ല സബർ. എല്ലാത്തിനും സബറുമാണ്. ഓക്കെ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ റൂൾസ് ഫോളോ ചെയ്യാൻ അതിന് സബറുമാണ്. കാരണം നമ്മുടെ നഫ്സ് വേറെ വിധത്തിൽ പോകും. ഓക്കെ, അല്ലെങ്കിൽ ദുനിയ വന്നിട്ട് വേറെ വിധത്തിൽ അതിനെ തിരിക്കും. അപ്പൊ അതിലേക്ക് ഫേമായിട്ട് നിൽക്കണമെങ്കിൽ എന്താണ് സബർ നമുക്ക് വേണം അല്ലെ. പേഷ്യൻസോട് കൂടി നമ്മൾ ആ ഫേംനെസ്സിൽ നിൽക്കാൻ. ഓക്കെ, ഇൻ ദി ഒബീഡിയൻസ് ഓഫ് അള്ളാഹ്. പിന്നെന്താണ് സബർ നമുക്ക് വേണ്ടുന്നത്? 3 കാര്യത്തിലാണ്. എന്താണ് സബർ? ഡിസൊബേ ചെയ്യുന്നതിൽ, ഓക്കെ, അനുസരണക്കേട് കാട്ടുന്നതിൽ നിന്ന് നമ്മൾ സബർ വേണം അല്ലെ. ചില കാര്യങ്ങളിൽ നമ്മുടെ നഫ്സിന് വേണം, നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷെ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും എന്താണ് ആ ചെയ്യാൻ പാടില്ല, അതിനും സബർ വേണ്ടേ, പേഷ്യൻസ് വേണ്ടേ, അതും നമ്മൾ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ. 3ാമത്തെ സബർ എന്തെന്നാണ്? ഖദറിൽ. ഓക്കെ, ഖദറിൽ സബർ. അതായത് എന്തും വാട്ട് എവർ കംസ് അവർ വേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ആയത് കൊണ്ടാണ് ഹി അലൗഡ് ഇറ്റ് ടു ഹാപ്പൻ. അത് നമ്മൾ ഒരിക്കലും ചോദിക്കരുത് വൈ ഡിഡ് ദിസ് ഹാപ്പൻ. വൈ ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ നോക്ക്, എത്രയോ ആൾക്കാർ വരാൻ നിന്നത് എന്തെല്ലോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. എന്താണത്? ഖദർ. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് അതിലും നമ്മൾക്ക് പേഷ്യൻസ് കാട്ടണം. ഓക്കെ, ഈ 3 കാര്യത്തിലാണ് സബർ. സബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ മരക്കണ്ടം പോലെ ഒരു ഫീലിംഗും ഇല്ലാണ്ടല്ല സബർ. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ദേഷ്യവും പിടിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ഫീലിങ്സ് വേണ്ടേ? നമ്മൾ മരക്കണ്ടല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, ഹ്യൂമൻ ബീങ് ആണ്. വിൽ ഓൾ ഫീൽ എവറിത്തിങ്. ആ ഫീലിങ്സ് എല്ലാം നമ്മൾ അതിന് വിടാൻ പാടില്ല. അതാണ് സബർ. അതിനെ കൺട്രോൾ. ഈവൻ ദോ, അതായത് എന്താണ് അള്ളാനെ മുറുകെ പിടിക്കുക. ഈവൻ ദോ വി ആർ ടയർഡ്, നമ്മൾ അള്ളാനെ മുറുകെ പിടിക്കാൻ. അതാണ് സബർ. അതാണ് നമ്പർ 1 ടൂൾ. ഓക്കെ, ദുആ. ഞാൻ നേരത്തെ കുറെ പറഞ്ഞതുകൊണ്ട് ദുആനെ പറ്റിയിട്ടില്ലേ. ദുആ ദുആ ദുആ. നമ്മൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ എന്താണ് ശരിക്കും? ഇറ്റ് ഇസ് എ വെപ്പൺ ഓഫ് ദ ബിലീവർ അല്ലെ. ശരിക്കും വെപ്പൻ തന്നെയാണ്. നമ്മൾ ദുആയോട് കൂടി എന്തും. പിന്നെ ദുആ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം അള്ളാഹ് സ്വീകരിക്കും, ഇങ്ങനെയല്ല. നമ്മൾ യക്കീനോട് കൂടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലെ. യക്കീന് ശരിക്ക്, അതായത് അള്ളാഹ് ഇത് കേൾക്കും, അള്ളാഹ് കേൾക്കുന്നുണ്ട്. യാ റബ്ബ് എന്നെ ഒന്നിതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതന്നെ. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നമ്മൾ പഠിച്ചിട്ടില്ലേ? യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് പ്രിസണിൽ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പ്രിസണിൽ കൊണ്ടുപോയിട്ട? പക്ഷെ എന്താണ് ആ സമയത്ത്, ആ നിമിഷത്തില് അതായിരുന്നു പ്രൊട്ടക്ഷൻ ഫോർ ഹിം അല്ലെ. നമ്മൾ ഇങ്ങനെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കേണ്ട കഥ വായിക്കുമ്പോൾ നമ്മൾ യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്, എന്തിനാണ് കൊണ്ടുപോയിട്ടത്? പക്ഷെ കണ്ടില്ലേ, അത് യൂസുഫ് അലൈഹി ഇസ്ലാമിനും അറിയാം. ശരിക്കും ഇപ്പം കുറെ ആൾക്കാർ എന്താണ് ഒരു ഡിപ്രഷൻ ട്രെൻഡായി.
ഓക്കെ, ഡിപ്രഷൻ ശരിക്കുള്ള ഡിപ്രഷൻ ഐ അഗ്രി, അതുണ്ട്. എല്ലാവരും ഐ എം സോ ഡിപ്രസ്ഡ്, ഐ എം സോ ഇത്, അത് ചില സമയത്ത് എനിക്ക് തോന്നി ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ ഡിപ്രഷൻ. ഡിപ്രഷൻ ഉണ്ട്, സുഖമില്ലാത്ത ആൾക്കാർ ഓക്കെ, അവര് അതിന്റെ എല്ലാം എടുക്കണം. പക്ഷെ എല്ലാവരും ഡിപ്രസ്ഡ് അല്ലല്ലോ. ആരെങ്കിലും ഡിപ്രസ്ഡ് ആവണമെങ്കിൽ ആരെങ്കിലും ആവേണ്ടത് യൂസുഫ് അലൈഹി ഇസ്ലാമ ശരിക്കും ഡിപ്രസ്ഡ് ആവേണ്ടത്. ചെറുപ്പം മുതലേ അത്രയും എന്താണ് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു ഉപ്പാന്റെ അടുത്ത് നിന്നാണ് സ്വന്തം ബ്രദേഴ്സ് കൊണ്ടേറ്റ് എന്താണ് തട്ടിയിടുന്നത് അല്ലേ. എന്നിട്ട് അവിടുന്ന് വേറെ കഷ്ടപ്പാട്. ഇത്രയും നല്ലോണം ജീവിച്ച യൂസുഫ് അലൈഹി ഇസ്ലാം അടിമയായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. പിന്നെന്താണ് അതൊന്നും പോരാണ്ടെന്നാണ് അവിടുത്തെ വീട്ടിലുള്ള ആളെന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഏതെല്ലാം എത്രത്തോളം ഡിപ്രഷൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനാവണം, എത്ര ആവണം? അപ്പൊ ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി വന്നാൽ ഓ ഐ എം സോ ഡിപ്രസ്ഡ്. എന്ത് ഡിപ്രസ്ഡ്? അത് ശരിക്കുള്ള ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് ശരിക്കും അത് എന്താണ് അവരെ കളിയാക്കുന്ന പോലെയാണ്. ഡിപ്രഷൻ ഇതൊന്നുമല്ല. ഡിപ്രഷൻ ഉള്ള ആൾക്കാർ ഓക്കെ ദേ ഹാവ് ടു ടേക്ക് ദാറ്റ് ഇത് ഓക്കെ, ആ മീൻസ് എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ എന്താണ് നമ്മൾ ദുആ, വേറൊന്നുമില്ല. ഈ സങ്കടം ഉണ്ടല്ലോ, ഈ സങ്കടം, വേണ്ടാത്ത സങ്കടം, ഇത് ശരിക്കും ശൈത്താനിൽ നിന്നാണ്. ഓക്കെ, വെറുതെ ഉള്ള സങ്കടങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് അല്ലെ, നമ്മൾ എപ്പോഴും ഒരു വിക്ടിം ആവല് കുറച്ച് കൂടുതൽ അല്ലെ. ഓ അതെ അതെ, സെൽഫ് സിമ്പതി. നമ്മളൊന്ന് വിക്ടിം ആവണം. നമുക്ക് എല്ലാവരോടും ഒരാൾക്ക് ഒരു രോഗം പറയുന്നുണ്ടെങ്കിൽ മറ്റേ എനിക്കറിയില്ലേ എനിക്ക് എത്ര രോഗം ഇപ്പുറത്തുള്ളത്. അപ്പൊ എന്താണ്, അതായത് ആർക്കാണ് ട്രോഫി കൂടുതൽ രോഗം? എന്റെ മോള് പറയൂ, എന്റെ മോള് നാട്ടിൽ വന്നിട്ട് ഉമ്മ എല്ലാവരും ഇവിടെ ഇവർക്ക് എനിക്ക് അന്നാക്കാട്ടി ഭയങ്കര രോഗം മറ്റേക്കാണുള്ളത്, ആ ട്രോഫി അടിച്ച് മാറ്റണം എന്നുള്ളത്. അപ്പൊ ഇതാണ്, അതായത് അതെല്ലാം മാറ്റി ഒരു മുസ്ലിമർക്കുള്ളതല്ല. വി ഷുഡ് ബി പോസിറ്റീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബിക്കോസ് എന്താണ്, ആരെയാണ് നമുക്ക് കിട്ടിയിട്ട്, നമ്മളെ റബ്ബ് ആരാണ്? അർ റഹ്മാൻ അർ റഹീം അല്ലെ. എല്ലാം നമ്മൾക്ക് തരുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഒരിക്കലും സങ്കടത്തിൽ നമ്മൾ നടക്കണ്ട. ബിക്കോസ് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് നമ്മളെ കൈകളിൽ ഉള്ളത്. എന്താണത്? ഖുർആൻ, അള്ളാന്റെ കലാം. അള്ളാന്റെ കലാം ആർക്കും കൊടുത്തിട്ടുണ്ടാ? അള്ളാന്റെ കലാം ആർക്കും കൊടുത്തിട്ടുണ്ടാ? ആ അള്ളാന്റെ കലാം പഠിക്കുന്നവരോ എത്ര ഓണേഡ് ആണ് അവര്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ഷുഡ് വി ബി സാഡ്? ശരിക്കും നമ്മളെപ്പോ ഹാപ്പി ആയിട്ടാണ് നടക്കേണ്ടത്. അൽഹംദുലില്ലാ, അതാണ് ഫോക്കസ്. ഫോക്കസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് പ്രശ്നം വരുന്നത്? നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫോക്കസ് ആ നെഗറ്റീവ് ഇതിലോട്ടാണ് പോകുന്നത്. എത്രയോ പോസിറ്റീവ് കുറെ കാര്യങ്ങളുണ്ട് പോവാത്തത്, എത്രയോ കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ട് നമുക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ. നമ്മളെ ഫോക്കസ് നമ്മൾ മാറ്റിപ്പിടിക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അജീബാണ് മുഅ്മിന്റെ എല്ലാ കാര്യങ്ങളും. കാരണം നല്ലത് സംഭവിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാ, എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ. അപ്പൊ എന്താണ്, അതായത് വി ആർ പീപ്പിൾ ഓഫ് പോസിറ്റിവിറ്റി. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മളെ ഫസ്റ്റ് സൂറത്ത് തന്നെ, ഫസ്റ്റ് വേർഡ് തന്നെ എന്താണ്? അൽഹംദുലില്ലാ അല്ലെ. അപ്പൊ നമ്മൾ ആ അൽഹംദുലില്ലാ എന്നുള്ള ആൾക്കാരായിരിക്കണം. ഷെയ്ത്താൻ എന്താണ് പറഞ്ഞത്? ഞാൻ കാണിച്ചു തരാം. ഷെയ്ത്താൻ ചാലഞ്ച് ചെയ്തതാണ്, ഞാൻ കാണിച്ചു തരാം. ഇവരെല്ലാം നന്ദി കെട്ട ആൾക്കാരായിട്ട് ഞാൻ കാണിച്ചു, ഇവർക്കൊന്നും നന്ദി ഇല്ലാന്ന്. ഷെയ്ത്താനെ നമ്മൾ റൈറ്റ് ആക്കി കൊടുക്കണം, വേണ്ട. അതുകൊണ്ട് എന്താണ് നമ്മളെ കൗണ്ടർ അറ്റാക്ക്? എന്താണ്? വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലഇൻ ശകർതും ലഅസീദന്നകും. എന്താണ്? നിങ്ങൾ, അതായത് തീർച്ചയായും നിങ്ങൾ ശുക്ർ കാട്ടിക്കഴിഞ്ഞാൽ ലഅസീദന്നകും. എന്താണ് ലഅസീദന്നകും? ഞാൻ കൂട്ടിത്തരും. ലഅസീദന്നകും എന്ന് മാത്രമാണ്, ഓപ്പൺ എൻഡഡ് ആണ്. അപ്പൊ എന്തിനൊക്കെയാണ് നിങ്ങൾ ശുക്ർ കാട്ടുന്നത്, അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിത്തരും അല്ലെ. അപ്പൊ അതാണ് വി ഷുഡ് ബി പീപ്പിൾ ഓഫ് എന്താണ് അൽഹംദുലില്ലാ. അപ്പൊ ദുആ. പിന്നെന്താണ് ലാസ്റ്റ് മൂന്നാമത്തെ ഇതെന്താണ്? ഖുർആൻ. ഈ ഖുർആനാണ് നമ്മളെ ആങ്കർ ഇൻ ലൈഫ് അല്ലെ. ഈ ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കാനില്ല ശരിക്കും. ഈ ഖുർആന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അള്ളാന്റെ കലാം ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കാനില്ല. ഖുർആൻ ശരിക്കും ആങ്കറാണ്. ഷിപ്പിന് ആങ്കർ ഇടൂലേ? എന്തിനാണ് ഷിപ്പിന് ആങ്കർ ഇടുന്നത്? ആ വെള്ളത്തിന് പല ഇളക്കും എല്ലാം നടക്കുന്നുണ്ട് ഷിപ്പിന്. പക്ഷെ എന്താണ്, എന്നാലും ഷിപ്പ് അവിടെ വിട്ടു പോകില്ല അല്ലെ. ആ ആങ്കർ വെച്ചത് കൊണ്ട് എന്താണ്, അപ്പൊ എന്താണ്, ഈ ദുനിയ നമ്മൾ ഇങ്ങനെ ഇളക്കി മറിയും. പക്ഷെ ഖുർആൻ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഫേംനെസ് അവിടെ കിടക്കും കുറച്ച്. പക്ഷെ എന്താണ്, നമ്മൾ ഒരിക്കലും വിട്ടു പിരിയൂല. അപ്പൊ ഖുർആന് നമ്മളെ നമ്പർ 1 കമ്പാനിയൻ ആക്കണം. ഈ ഖുർആന് നമ്പർ 1 കമ്പാനിയൻ ആക്കിയാൽ എന്താണ്, ഇവിടെയും അത് എന്താണ് ബെനിഫിഷ്യൽ ആണ്, ആഖിറത്തിലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടിട്ടില്ലേ നിങ്ങൾ ഹദീസ്? ഖുർആന് എന്താണ്, നമ്മളോട് മലക്കുകൾ, ഭീകരമായ മലക്കുകളാണ് ചോദ്യം ചോദിക്കാൻ വരുന്നത്. ഓക്കെ, ആ ചോദ്യം ചോദിക്കാൻ വരുമ്പം ഈ ഖുർആന് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചതാണെങ്കിൽ ഈ ഖുർആന് പല സൈഡിലും വന്നിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. ഇവളോടൊന്നും ചോദിക്കണ്ട,
ഇവളോടൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഖുർആനും നോമ്പും ഇതാണ് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഖുർആൻ എന്നിട്ട് എന്താണ്, എല്ലാവർക്കും ഇരുട് പേടിയല്ലേ അല്ലെ, എല്ലാവർക്കും ഇരുട് പേടിയാണ്, ഒറ്റക്കാവുന്ന പേടിയാണ്. കുറെ ആൾക്കാർ ഖബർ ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അല്ലെ. ശരിക്കും ഖബറെല്ലാം പറയുമ്പോൾ ഇവളും തിരുവോളി ഖബർ പറയുന്നത് നമ്മൾ പറയാം. അതായത് ഖബറിൽ നമ്മള് എന്താണ് ഒറ്റപ്പെടുന്നു തോന്നുന്നുണ്ടോ, ഈ ഖുർആൻ വിൽ ബി യുവർ കമ്പാനിയൻ. അത് മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഹദീസാണ്, ഒത്തന്റിക് ഹദീസാണ്. ഒരു നല്ല ഹാൻസം ആയിട്ടുള്ള ഒരാളാണ് വരാൻ. അപ്പൊ ഈ ആള് ചോദിക്കും, ഓക്കെ, അതെ നിങ്ങൾ ആരാണ്, നിങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്. അന്നേരം എന്താണ് പറയുന്നത്, ഞാന് ഈ ആ ലൈഫിൽ കൊണ്ടുപോയ ആ ഖുർആനാണ് നമുക്ക് വേണ്ടേ ആ കൂട്ട് ഖബറിൽ. അപ്പൊ ഖുർആന് തന്നെ, അതായത് ഖുർആൻ ഉണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ഈ മാറി മറിയുന്ന ഈ ദുനിയയിൽ വി ക്യാൻ ബി ഫേം അല്ലെ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്ത ഇതും കൂടി ഒന്ന് പറയണം. ഖുർആൻ ക്ലാസ് പോകുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എല്ലാവരും ഖുർആൻ ക്ലാസ് ആണ് അല്ലെ, എല്ലാവരും പോകുന്നുണ്ട് ക്ലാസ്സിന്, എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിൽ ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അല്ലെ. ഖുർആൻ ഭയങ്കര ട്രെൻഡിങ് ആണ്. തഫ്സീർ ക്ലാസ്, എന്താ ക്ലാസ്, ഭയങ്കര ഇത്, ഭയങ്കര എന്താ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും ആ സമയത്ത്, ഈമാൻ ബൂസ്റ്റ് ഭയങ്കരമായിരിക്കും. പക്ഷേ നമ്മൾ വെൻ ടൈം കംസ്, അതായത് അത് മാറ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ ഖുർആൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ വരുമ്പം ഹൗ ഡു വി ഡു ദിസ്? ഓക്കെ, നമ്മളെ ഫാമിലിയിലായാലും, നമ്മൾ കുട്ടികളെ വളർത്തുന്നതിലായാലും, സോഷ്യൽ മീഡിയയിലായാലും, എന്തിലായാലും ഈ ഖുർആൻ പഠിക്കുന്നതിന്റെ അതേ റിഫ്ലക്ഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്? അത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചേ പറ്റൂ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ നമുക്ക് ഇതെല്ലാം ചെയ്യാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്കൊരു റോൾ മോഡൽ വേണ്ടേ അല്ലെ. റോൾ മോഡൽസ് ആവശ്യമാണ് അല്ലെ, നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ രണ്ട് റോൾ മോഡലിനെയാണ് ഓക്കെ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അസ്മാ ബിൻത് അബി ബക്കർ. ഓക്കെ, അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ. നിങ്ങൾ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഓക്കെ, ഏർലി കൺവേർട്ട് ആണ്, വൺ ഓഫ് ദി ഏർലി കൺവേർട്ട്സ് ആണ് അസ്മാ റളിയല്ലാഹു അൻഹ. ഓക്കെ, അസ്മാ റളിയല്ലാഹു അൻഹന്റെ ഭർത്താവ് ആരാണ്? ആർക്ക് പറയാൻ പറ്റും? ആരാണ്? പറഞ്ഞോ. ആ ഇതായിട്ട് പറ, കോൺഫിഡന്റ് ആയിട്ട് പറ. സുബൈർ ബിൻ അവ്വാം. ആരാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു? അഷർ മുബഷർ അല്ലെ, വൺ ഓഫ് ദ പ്രോമിസ്ഡ്, ജന്ന പ്രോമിസ്ഡ്. അപ്പൊ തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. ഓക്കെ, പക്ഷെ സുബൈർ ബിൻ അവ്വാം അത്ര പൈസ ഉള്ള ആളാണ്. ഓക്കെ, നേരെ മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല പൈസയും ഒക്കെ, വെരി വെൽത്തി, വെരി വെൽ നോൺ ആണ്. ഓക്കെ, അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചപ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ട് ലൈഫ്, ഡിഫിക്കൾട്ട്. ഓറ് തന്നെ പറയുന്നുണ്ട്, ഞാന് എന്താ പറയുന്നത്, ഞാന് കുതിരനെ ഞാൻ നോക്കും. അതായത് സുബൈർ ബിൻ അവ്വാമിന് ഒരു കുതിര ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ കുതിരന്റെ എല്ലാ കാര്യവും അസ്മാ റളിയല്ലാഹു അൻഹു ആയിരുന്നു നോക്കാറ്. ഓക്കെ, അതിന് തിന്നാൻ കൊടുക്കലും, പിന്നെ എന്താണ് ഒരു ചെറിയ ഫാം ഉണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ആ ഫാമിലുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവരാണ് തലയിൽ വെച്ചിട്ട് ഇവർ നടക്കും. കുറച്ച് ദൂരെ ഉണ്ട് വീട്. അപ്പൊ ഇവരാണ് എല്ലാ പണിയും, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ശരിക്കും വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്താണ്, ഭാര്യ ആയപ്പം കുറെ പണിയും കുറെ കാര്യങ്ങളുമായി. അപ്പൊ ഇവർ പറയുന്നതാണ്, ഞാൻ ഒറ്റക്കായിരുന്നു ചെയ്തത്, ഈവൻ ദോ ഐ വാസ് ദ ഡോട്ടർ ഓഫ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കേട്ടാ, അതായത് അത്രയും നല്ല വെൽ ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് ഈ ഒരു ലൈഫിലേക്ക് ഓക്കെ എന്തുകൊണ്ടാണ് പിടിച്ചു നിന്നത്? ബിക്കോസ് ഷീ ന്യൂ, അതായത് ഇതെല്ലാം ഈ ഹാർഡ്ഷിപ്പും ഇതെല്ലാം അതിനെല്ലാം ഒരു നന്മ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് എന്നുള്ളത്. ഓക്കെ, അതായത് സിംപ്ലിസിറ്റി ആയിരുന്നു അവരെ ഇത്. ഓക്കെ, ഒരു പ്രാവശ്യം എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് പോകുന്നത്. അന്നേരം എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാൻ നിനക്ക് ഒരു സെർവന്റിനെ വെച്ച് തരാം. പക്ഷെ എന്താണ് ഇവർ പറയുന്നത്, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് എന്താണ്, വെച്ചു കൊടുക്കുന്നതിന് ഒരു അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ എന്താണ്, അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ചെയ്തോളൂ എന്നുള്ള ഇത്. ഓക്കെ, പിന്നെന്താണ്, ഇത്രയും വെൽ നോൺ ഫാമിലിയിൽ നിന്ന് ആലോചിച്ചാൽ മതിയല്ലോ, ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം എങ്ങനെയായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ജീവിതം. എന്താണ്, കല്യാണം കഴിച്ചതിന്റെ ശേഷം. ഓക്കെ, നമ്മൾക്ക് അതിന്റെ ലെസൺസ് എന്താണ് അതിൽ നിന്നുള്ള ലെസൺസ്? ഇവരെ ഈ ഒരു ഇതിൽ നിന്ന് എക്സ്ട്രാവഗൻസോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രസ് ഇട്ടിട്ടോ ഭയങ്കര സ്പെൻഡ് ചെയ്തിട്ടോ ഇതൊന്നും അല്ല കാര്യം അല്ലെ. ആ സിമ്പിൾ ആയിട്ട് കറേജിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവര്. കറേജിയസ് പറയാൻ എന്താണ്,
എന്താണ് ആ കറേജ്? അതായത് അസ്മാ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്യുന്ന സമയത്ത് ആര് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യുന്ന സമയത്ത് ഓക്കെ അസ്മാ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കേവില് ഭക്ഷണം കൊണ്ടുപോയത് ആരും അറിയാതെ രാത്രി. അപ്പൊ എത്ര ഡേഞ്ചറസ് ആണത്. ആ കേവിന്റെ മേലെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കേവ് ഒന്നുമല്ല, ഇങ്ങനെ കയറി കയറി ഒരു വെക്കാവും. നമുക്കിപ്പോ 2 സ്റ്റെപ്പിന്റെ മേലോട്ട് കയറാൻ പറ്റുന്നില്ല, നമ്മളിങ്ങനെ ഒരു വെക്കാവും അല്ലെ. അപ്പൊ ഒരു രാത്രി ഭക്ഷണം കൊണ്ട് പോവാറുണ്ടായിരുന്നു. ഓക്കെ ആ ഒരു സമയത്തായിരുന്നു എന്താണ് ഈ ഭക്ഷണം പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സൊന്നും നമ്മൾ ഇങ്ങനത്തെ ഇപ്പൊ ഒരു നല്ല കട്ട് ഡ്രസ്സൊന്നും അല്ല സ്റ്റിച്ച്ഡ്. പണ്ടത്തെ കാലത്ത് തന്നെ ഒരു ആലാത്ത് പോലത്തെ ഒരു സാധനം ഇടാൻ. ഓക്കെ അതെന്നിട്ട് ഇവര് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഒരു ബെൽറ്റ് വെച്ചിട്ട് അങ്ങ് കെട്ടിയിട്ടിടും. ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നൈറ്റിന്റെ അടിയിൽ പാവട്ടുണ്ട്, അപ്പൊ നൈറ്റി നമ്മളിങ്ങനെ കുത്തൂലേ, അതുപോലെ ആലോചിച്ചാൽ മതി. ഓക്കെ അപ്പൊ നീളത്തിലുള്ള ഡ്രസ്സ് അവരെന്താ ചെയ്യാൻ കെട്ടും. അപ്പൊ ഒരു പ്രാവശ്യം തന്നെ ഇതേപോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒന്നും കെട്ടാൻ കാണൂല, ഈ സാധനത്തിനെ കെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ ഓർ ഉപയോഗിച്ചത് എന്താണ്, ഓറ സ്വന്തം വേസ്റ്റ് ബെൽറ്റ് അത് തന്നെ എടുത്തിട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വിചാരിക്കും വലിയ കാര്യമായിട്ടോ ഒരു വേസ്റ്റ് ബെൽറ്റ്, പക്ഷെ ആ കാലത്ത് ഒന്നേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറം ഇല്ല. ഓക്കെ അപ്പൊ അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് ഒരു നിക് നെയിം കൊടുത്തിരുന്നു. ആർക്ക് പറയാൻ പറ്റുമോ ആ നിക് നെയിം എന്താണ്? ഓക്കെ അതായത് ലേഡി വിത്ത് 2 ബെൽറ്റ് ഇങ്ങനെയായിരുന്നു അവർക്ക് ഒരു നിക് നെയിം വന്നത്. ഓക്കെ അത് ഇതാണ് കാരണം. ഈ എന്താണ് ഈ കേവില് ഇത് കൊണ്ടുപോകുമ്പോൾ അത് കെട്ടിയിട്ടത്. ഓക്കെ അത് മാത്രമല്ല ഷി വാസ് വെരി ബ്രേവ്. കാരണം എന്താണ്, അബൂ ജഹൽ ആരാണ്? അബൂ ജഹൽ ഏറ്റവും എനിമി ഓഫ് ശത്രു അല്ലെ, ഇസ്ലാമിന്റെ ശത്രു. ഈ അബൂ ജഹലും കൂട്ടറും കൂടിയിട്ട് അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി നിന്റെ ഉപ്പ, എവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓക്കെ എവിടെ പോയി? അന്നേരം ഇവർ ഒന്നും പറയൂല, എനിക്കറിയില്ല എന്നാ പറയുള്ളൂ. ഓക്കെ എനിക്കറിയില്ല എന്ന് പറയും. എന്നിട്ട് എന്താണ്, അബൂ ജഹൽ ശരിക്കും നല്ലോണം പൊട്ടിച്ചു കൊടുത്തു മുഖം നോക്കിയിട്ട്. ഓക്കെ എന്നിട്ടും അതായത് പൊട്ടിച്ചു കൊടുത്തിട്ട് കാതിലെ വരെ തെറിച്ചു വീണിട്ട് നിന്നാണ്, അതിനെ കൊണ്ട് ശരിക്കും വൂണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഓർ ഒന്നും അനങ്ങിയിട്ടില്ല. ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ അതും ഇങ്ങനത്തെ, അതായത് ഇവരിൽ വലിയ ആൾക്കാരല്ലേ ഖുറൈശിൽ, എന്നിട്ടും എന്താണ് ഷീ നെവർ ഗേവ് അപ്പ് ആ ഒരു സ്ഥലം ഒന്നും. അതേപോലെ തന്നെ എന്താണ് അബു ഖുഹാഫ ആരാണ്? അബു ഖുഹാഫ ഞാൻ ചോദിക്കട്ടെ, അബു ഖുഹാഫ ഇത് ആൻസർ പറയുന്നവർക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണം ചെയ്യുന്നത്? അബു ഖുഹാഫ ആരാ? ആരായിരിക്കും? അതെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. അപ്പൊ ആരാണ്? ഗ്രാൻഡ് ഫാദർ. ഓക്കെ ഗ്രാൻഡ് ഫാദർ, ഇവരെ ഗ്രാൻഡ് ഫാദർ. ഓര് ശരിക്ക് ഇസ്ലാമിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? ഫത്ഹെ മക്ക എല്ലാം കഴിഞ്ഞിട്ടാണ് ഓർ ഇസ്ലാമിലേക്ക് വന്നത്. ഓക്കെ അപ്പം ഇവർ വന്നിട്ട് ചോദിക്കും, ഓ എന്റെ ഒപ്പം പോയല്ലോ പിന്നെയും ഇങ്ങനെയാണ്. അതായത് ഭയങ്കര ഇസ്ലാമിനൊന്നും ആ സമയത്ത് കണ്ടുകൂടാ. ഓക്കെ ഇങ്ങനത്തെ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമല്ല ഈ ഉപ്പാക്ക്. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അന്നേരം കണ്ണ് കാണുന്നു. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഓ എന്റെ ഉപ്പ പോയി അല്ലേ, ഒരു കുന്തവും തരാണ്ട് നിങ്ങളെല്ലാം പട്ടിണിയായിട്ടും അതായിട്ടും. അപ്പൊ ഇവരെന്താ ചെയ്യാൻ, ഇവരെ ഇന്റലിജൻസ് ആയിട്ട് ഇവരെന്താക്കും, ഒരു കീസ് ഓക്കെ ഒരു പൗച്ചില് കുറച്ച് എന്തെല്ലോ ഇട്ടിട്ട് പറയും, ഇല്ല ഇല്ല ഉപ്പ അതാ കുറേ സംഗതി എന്നിട്ട് ഇങ്ങനെ കുലുക്കും. കണ്ടില്ലേ ഉപ്പ കുറേ സംഗതി വെച്ചിട്ടാണ് പോയത് എന്നുള്ളത്. അപ്പൊ കണ്ടില്ലേ അവിടെ എന്താണ് നമ്മളെ പോലത്തെ ആൾക്കാർ, ഇന്നൊക്കെ എന്താ ഇപ്പൊ ഇത് ഇത്ര പ്രശ്നം അല്ലെ, നമ്മൾ അങ്ങോട്ട് ഡിബേറ്റ് ചെയ്യാൻ നിൽക്കും, അല്ലെങ്കിൽ തർക്കിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ പ്രശ്നമാക്കാൻ നിൽക്കും. എന്താണ് ചെയ്തത്, ഒരു സമാധാനത്തിൽ അതിനൊന്ന് ഒതുക്കി. അപ്പൊ എന്താണ്, ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. ഓക്കെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, ചിലത് ഡോണ്ട് ഫൈറ്റ് ഇറ്റ്. അതെന്തെങ്കിലും വിധത്തിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതിനൊന്ന് ഒതുക്കാം. ഓക്കെ പിന്നെന്താണ് വേറൊരു ഇൻസിഡന്റ്, വേറെ കുറെ പ്രായമായപ്പാണ്. ഓക്കെ കുറെ, അതായത് ഈ സമയത്ത് ഒരു 90 വയസ്സുണ്ടാവും. ഓക്കെ അസ്മാ റളിയല്ലാഹു അൻഹക്ക്. ഇവരാണ് ശരിക്കും ലാസ്റ്റ് മുഹാജിർ മരണപ്പെടുന്നത്. 101 വയസ്സിലാണ് ഇവർ മരിച്ചത്. ഓക്കെ അപ്പൊ ഇവരെ മോന്റെ പേരെന്താണ്? ആ ഫേമസ് മോന് വേം പറ. അബ്ദുള്ള ഇബിൻ ജുബൈർ. ഓക്കെ അബ്ദുള്ള ഇബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. ഇത് കുറെ പ്രശ്നങ്ങൾ ഈ സമയത്ത് നടക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ഇതിൽ തന്നെ വേഴ്സ്റ്റ്, അതായത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഏറ്റവും വേഴ്സ്റ്റ് ടൈം ആയിരുന്നു ഈ ഒരു സമയം. ഓക്കെ ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസുഫ് ആയിരുന്നു അവിടുത്തെ ഗവർണർ. ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു മനുഷ്യനാണ്, വടക്ക് മനുഷ്യര്. അയാളെ കൈകൾ കൊണ്ടാണ് കുറെ സഹാബാക്കൾ വധിക്കപ്പെട്ടത്. ഓക്കെ അപ്പൊ ആ സമയത്ത് സുബൈർ ബിൻ അബ്ദുള്ള ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഓക്കെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അതായത് അബ്ദുള്ള ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സ്വയം തന്നെ മദീനയിലെ ഗവർണർ ആക്കിയിട്ട്, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്.
ഓക്കെ. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫ് പറയുന്നത് എന്താണ്, എന്തായാലും നിന്നെ ഞാൻ കൊല്ലും എന്നുള്ളത്. ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ആൾക്കാരും പിന്നെ വലിയ ഇത് കൊടുത്തില്ല, അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു സപ്പോർട്ട് കൊടുത്തില്ല, ആ സപ്പോർട്ട്. ഓക്കെ, ബിക്കോസ് എന്തെല്ലോ പ്രശ്നങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇവര് അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പോയിട്ട് അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയും, യാ ഉമ്മ, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്നെ എല്ലാവരും കൈവിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എനിക്കൊരു ഇത് തരാൻ വേണ്ടിയിട്ടാണ്, ഒരു അഡ്വൈസ്. അപ്പൊ ഇവർ പറയുന്നതാണിത്. ഓക്കെ, അതായത് ഇവർ പറയുന്നത് എന്താണ്, എന്റെ മോനെ, നീ സത്യത്തിലാണെങ്കിൽ പിന്നെ നീ മുന്നോട്ട് തന്നെ പോകാൻ, ആ പടി പിന്നോട്ടേക്ക് വെക്കണ്ട എന്നുള്ളത്. അത്രയും ധൈര്യം ഇതാ, ഓർക്കറിയാം എന്തായാലും മരിക്കും എന്നുള്ളത്. ബിക്കോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ സമയത്ത്. അപ്പൊ ഇവർ പറയുന്നത് എന്താണ്, ഇനി നീ ഇതെല്ലാം മാറിയിട്ട് തിരിഞ്ഞു പോയതാണെങ്കിൽ പിന്നെ നീ ഈ വയസ്സായ ഉമ്മാക്ക് ഭയങ്കരമായ ഒരു ഭാരവും ഒരു സങ്കടവുമാണ് ആയിട്ടുള്ളത്. നമ്മൾ ആരെങ്കിലും പറയും, നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറയും, നിയമം ഇപ്പോഴേ എടുത്തു, ഇതല്ലേ നമ്മൾ പറയാൻ കുട്ടികളോട്, അല്ലെ? ഇവർ പറയുന്നത് നോക്കിയാൽ, അതായത് നീ ഇഫ് യു ആർ ഓൺ ദ ട്രൂത്ത്, അതായത് ഗോ ഫോർവേഡ്, ഇതാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, ആ ഇതിലാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കും. ഓക്കെ, അത് കൊല്ലല് മാത്രമല്ല, ക്രൂസിഫൈ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ ഈ മയ്യത്തിനെ വെക്കും. ആലോചിച്ച് നോക്കിയത്, വലിയ വലിയ സഹാബാക്കളായി. ഓക്കെ, എന്നിട്ട് എന്താണ്, അസ്മാ റളിയല്ലാഹു അൻഹ വരും, കാരണം മയ്യത്ത് ഇതാക്കണ്ടേ, കബറടക്കണ്ടേ. അപ്പൊ വന്നിട്ട് ചോദിക്കുമ്പം ഹജ്ജാജ് ബിൻ യൂസുഫ് ഇവരെ കണ്ട ഉടനെ പറയും, കണ്ടില്ലേ എന്റെ മോന്റെ ഒരു ഹാലാക്കിയ നോക്ക്, കണ്ടില്ലേ. അപ്പൊ ഇവർ എന്താ പറയുന്നത്, ധൈര്യപൂർവ്വം ഇവർ പറയുന്നത് എന്താണ്, എന്ത് കണ്ടില്ലേ, നീ അവന്റെ ദുനിയല്ലേ പോക്കിയത്, അവനെന്താ ചെയ്തത്, നിന്റെ ആഖിറം പോക്കി. സുബ്ഹാനല്ലാഹ്, നോക്കിയ. അപ്പൊ ഇതില് നമുക്ക് ലെസൺ എന്തെന്നാണ്, ശരിക്ക് എന്താണ് ലെസൺ, ഇത്രയും കഠിനമായ ഈ ഒരു സമയത്ത് എന്താണ് ആ സ്ട്രെങ്ത്, അല്ലെ, അൺഷേക്കബിൾ. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്നാ തന്നെ, അൺഷേക്കബിൾ സ്ട്രെങ്ത്. ഇത്രയും ഈ ലോസിൽ അത്രയും ആ സ്ട്രെങ്ത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും പറ്റുള്ളത്, ആർക്കും പറ്റൂല. അതാണ്. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് പഠിക്കുന്നത് എന്താണ്, സൈലന്റ് ആയിട്ട്, അല്ലെ, വലിയ ഇതെന്താണ്, വലിയ പ്രഖ്യാപനോ വലിയ ക്ലാസ് എടുക്കലോ വലിയ ഇതൊന്നുമല്ല, ആ സൈലന്റ് ആയിട്ടുള്ള ആ കറേജ് ആണ് നമ്മൾ എന്ത് ഇവിടെ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കണം, നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമ്മൾക്കും മക്കളോട് ഇങ്ങനെ ഒരു ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റുമോ, ക്യാൻ ബി റേസ് ദം ലൈക്ക് ദാറ്റ്. അതാണ് ശരിക്കും നമ്മൾ ഓരോന്ന് ആലോചിക്കണം, അല്ലെ. അടുത്തത് ആരാണ്, ഉമ്മമ്മാറ. ഉമ്മമ്മാറിന്റെ ശരിക്കുള്ള പേരായിരിക്കും പറയാൻ പറ്റുമോ, ഉമ്മമ്മാറ ആർക്ക് പറയാൻ പറ്റും, ആ, നുസൈബ ഇബിൻ കാബ്. ഓക്കെ, നുസൈബ ഇബിൻ കാബ് ആണ് അവരെ എന്താണ് ശരിക്കുള്ള പേര്. ഓക്കെ, ആരാണ് ഇവര്, മദീനയിലേക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അതായത് നിങ്ങൾ സീറ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യം എന്താണ് പ്ലെഡ്ജ് എടുത്തിട്ടുണ്ട്, അല്ലെ, ബൈഅത്ത്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് അക്കബ, രണ്ടാമത്തെ അക്കബയിലാണ് എന്ത്, കുറച്ചും കൂടി ആൾക്കാർ, 70ഓളം ആൾക്കാരും 70ഓളം ആണുങ്ങളും 2 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 2 സ്ത്രീകളെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയാണ് ആര്, ഉമ്മമ്മാർ. ഓക്കെ, ഉമ്മമ്മാർ. ആ സമയത്ത് എന്താണ് ആ പ്ലെഡ്ജ്, എന്താണ് ആ ബൈഅത്ത്, എന്താണ് നബിയിൽ വിശ്വസിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, ടു സ്റ്റാൻഡ് ബൈ ദ ട്രൂത്ത് ഈവൻ വെൻ ഡിഫിക്കൽട്ട്, പ്രയാസങ്ങളുള്ള സമയത്തും ആ സത്യത്തിൽ മുറുകെ പിടിക്കൽ. ഓക്കെ, പിന്നെന്താണ് അനുസരണയോട് കൂടി ഒരിക്കലും തിരിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം ആ ബൈഅത്ത്, അങ്ങനെയാണ് കൊടുത്തത്. ഓക്കെ, അത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഉമ്മമ്മാർ അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ പ്ലെഡ്ജും. അതായത് മെയിൻ ആയിട്ട് ഉമ്മമാർ എവിടെയാണ് ഫേമസ് ആവുന്നത്, ഉഹദ് യുദ്ധത്തിൽ. ഓക്കെ, ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത്, ഓക്കെ, ഉഹദ് യുദ്ധം നിങ്ങൾക്കറിയാം, ജയിക്കാൻ പോകുന്ന യുദ്ധമാണ് എന്ത്, നമ്മൾ മുസ്ലിംസ് അത് ആ ലോസിലേക്ക് അത് വന്നത്. ഓക്കെ, ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ യുദ്ധക്കളത്തിൽ ഭയങ്കര കെയോസ് ആയിരുന്നു. കാരണം പെട്ടെന്ന് ഇവർ ജയിക്കുന്നിടത്തുനിന്ന്
ഇവർക്ക് ആ ഒരു തോൽവി വന്നില്ല. ഇവർ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് വരും. ഈ ഖുറൈശികൾ അവർ പോയി എന്ന് വിചാരിച്ചതാണ്. അപ്പൊ എന്താണ്, കുറെ ആൾക്കാർക്ക് ഒന്നും തിരിയാണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ശരിക്കും ഓടി വരെ പോയി, ആണുങ്ങൾ ഓടി വരെ പോയി. അന്നേരം എന്താണ്, അമ്മാർ അവിടെ വന്നത് ഫൈറ്റിനൊന്നുമല്ല. അമ്മാർ റളിയല്ലാഹു എന്താണ് ഹെൽപ്പ് ചെയ്യാനും വെള്ളം കൊടുക്കാനും എന്താണ് ഈ വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് നേഴ്സ് ചെയ്യാനും ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇവർ കാണും എല്ലാവരും ഓടിപ്പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ഓപ്പൺ ആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും ഖുറൈശികൾക്കുണ്ട്. അപ്പൊ ഇവർ എന്താക്കും, അവിടെ വീണ് കിടക്കുന്ന ആ വാളും ആ ഷീൽഡും കൊടുത്തിട്ട് ഷീ ഫോട്ട് വെരി ബ്രേവ്ലി. ശരിക്കും ബ്രേവ് വാറിയർ ആയിരുന്നു അവർ. അവർ ആരും പഠിപ്പിച്ചിട്ട് ഒന്നുമല്ല. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, എവിടെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് അമ്മാറിനെ തന്നെയാണ് കണ്ടിട്ടുള്ളൂ. ഷി വാസ് പ്രൊട്ടക്ടിങ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിനും എല്ലാം ഇഷ്ടം പോലെ ദുആ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ സ്വന്തം മകനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്വന്തം മകനും ഇതേപോലെ ഫൈറ്റ് ചെയ്യുന്ന ഉമ്മയും മോനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യും. ഓക്കെ, ഈ മോന് വൂണ്ടഡ് ആവും. അപ്പൊ ഇവർ എന്താക്കൂ, സാധാരണ നമ്മളല്ലെങ്കിൽ അതാ എന്റെ മോന് വീണ് അങ്ങനെയല്ലേ നമ്മൾ ഭയങ്കരല്ലേ വിചാരിക്കാൻ. അപ്പൊ ഇവർ എന്താ ചെയ്യുന്നത്, ഇവർ അപ്പം തന്നെ അതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വരും, വാ ഇറങ്ങിക്കോ, ഫൈറ്റ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെയാണ് പറയാന്, എന്റെ മോനിക്ക് ഇങ്ങനെയായി അങ്ങനെയായി നമ്മൾ എന്ത് പൊത്തി ഇതാക്കിയിട്ടാണ്. പക്ഷെ ഇവർ എന്താ പറയുന്നത്, അതെല്ലാം മാറ്റി കൊടുത്തിട്ട് എണീക്ക് ഈ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെയായിരുന്നു. ശരിക്കും സ്വന്തം തന്നെ വലിയ വാളുകൊണ്ട് ഒരു മുറിവ് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഡീപ്പായിട്ട് സ്റ്റിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഉണ്ടായത്. എല്ലാം അധിക യുദ്ധം, അതായത് കുറച്ച് യുദ്ധങ്ങളിൽ ഇവർ ശരിക്ക് ബ്രേവ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, അതായത് നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്, മറ്റുള്ളവർ ഇറങ്ങി ഓടുമ്പം പേടിച്ചിട്ട് ഒരു സ്ത്രീ, നമ്മളെപ്പോ വിചാരിക്കൂലേ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലാന്ന്. ഈ കഥകളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇതാ സ്ഥാനമില്ലാത്തത്. അവർ നോക്ക്, അതായത് ആണുങ്ങൾ ഓടുമ്പോ, ഇതിലെ സഹാബാക്കൾ ആണുങ്ങളാണ്. അവര് വരെ പേടിച്ച് ആ സമയത്തുള്ള എന്തോ പ്രശ്നം കൊണ്ട് ഓടിയതാണ് അവര് പേടിച്ച് ഓടുമ്പം ഇവർ എങ്ങനെയാണ്, എന്ത് ധൈര്യപൂർവമാണ് അല്ലെ ഇവർ ഫൈറ്റ് ചെയ്തത്. അത്രക്ക്, അതായത് നബി പറയണെങ്കിൽ എവിടെ ഞാൻ തിരിഞ്ഞാലും ഞാൻ ഇവരെയാ കാണുന്നത്. ഉമ്മമാർ അത്രക്ക് ഷീ വാസ് പ്രൊട്ടക്ടിങ് ഹിം. അപ്പൊ നോക്ക്, അതായത് മൾട്ടിപ്പിൾ ടൈം ഷീ വാസ് വൂണ്ടഡ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലെസൺ എന്താ ശരിക്കും, എന്താണ്, അതായത് ആ ഒരു സമയം വരുമ്പം വേർ വി നീഡ് ടു പ്രൂവ് അവർ സെൽഫ്. ഓക്കെ, അതാണ് ശരിക്കും നമ്മളെ ഈമാനുണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ പറയുന്നത് നബിനെ ഇഷ്ടമാണ്, അള്ളാഹ് സുബ്ഹാനഹു വ തആല ഇഷ്ടമാണ്, നമ്മൾ ഖുർആൻ പഠിക്കുന്നതാണ്, ഫിഖ് ഫോളോ ചെയ്യുന്ന അത് ഇത്. പക്ഷെ when ടൈം കംസ്, എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവിടെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ശരിക്കും ഉമ്മമാർ ആരെയും വെയിറ്റ് ചെയ്തൊന്നുമില്ല. വേറെ ആരെങ്കിലും വന്നിട്ട് ചേട്ടാ എന്റെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇതിനല്ലേ വന്ന, ഇതാണ് നമ്മളതല്ലേ ചെയ്യണം, പല എക്സ്ക്യൂസ് അല്ലേ നമുക്ക്. പോയി പണിയൊക്കെ എന്റെ പണിയൊന്നും ഇത് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഷീ നെവർ ഡിഡ് ഓൾ ദാറ്റ്. അതായത് ചാൻസ് കിട്ടിയപ്പം എന്താണ്, നബിനെ പ്രൊട്ടക്ട് ചെയ്യണം, വേറൊന്നും ഓരോ കണ്ണുകളിൽ ഓർ കണ്ടിട്ടില്ല. ഷീ പ്രൊട്ടക്റ്റഡ് ഹിം. ഓക്കെ, അതായത് ഫൈറ്റ് ചെയ്യാനും ഇതിനും ഒന്നുമല്ല വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കാൻ, അതായത് നമ്മളെ ഉഹുദ് എന്തെന്നാണ്, നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഹിജാബ് ഇടുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മോഡസ്റ്റ് ആയിട്ട് നടക്കുന്നതിന്റെ കുറച്ച്, ഇതെല്ലാം നമ്മളെ ബാറ്റിൽസ് അല്ലെ. ഓക്കെ, ആ ബാറ്റിൽസ് എല്ലാം ഇവരെ പോലെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് ഇതുപോലെ എന്താണ് ബ്രേവ് ആയിട്ട് നമ്മൾ നിൽക്കാൻ ഫോർ വാട്ട് വി വാല്യൂ അല്ലെ, അള്ളാന്റെ ഇതിനു വേണ്ടി. അതായത് സിബഗത്ത് അല്ലാഹ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വി ഹാവ് എന്താണ് അഡോപ്റ്റഡ് ഹിസ് കളർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് അതിന് വേണ്ടിയിട്ട് വി സ്റ്റാൻഡ് ഫേം. അതാണ് നമ്മളെ ഉള്ളത് അല്ലെ. അതായത് ഈ ദുനിയ നമ്മളെ പല വിധത്തിലും നമ്മളെ പ്രഷറൈസ് ചെയ്യും, പല വിധത്തിലും അവരവരെ രീതിയിൽ നമ്മളെ കൊണ്ടുവരാൻ നോക്കും. പക്ഷെ എന്താണ്, അതിനെല്ലാം നമ്മൾ എന്താണ്, അതിനെല്ലാം മറികടന്ന് നമ്മൾ ബ്രേവ് ആയിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഈ ദീന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് നമ്മൾ ഓരോരുത്തരും വി ആർ ചോസൺ. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, എന്താണ്, ഹുവ ഇജ്തിബാകും, എന്താണ് പറയുന്നത്, ഹി ചോസ് യു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ചൂസ് ചെയ്തതാണ്. ഹുവ ഇജ്തിബാകും വമാ ജഅല അലൈക്കും ഫീ ദീനി മിൻ ഖറജ്. എന്താണ് പറയുന്നത്, അതായത് ഒരു ഹാർഡ്ഷിപ്പും ഈ റിലിജനിൽ ഇല്ല. നമ്മളെ മനസ്സിലാണ് ഈ ഫുൾ പ്രശ്നങ്ങളും ഹാർഡ്ഷിപ്പും ആക്കി വെക്കുന്നത്. എന്താണ് ശരിക്കും ഇജ്തിബാന്റെ അർത്ഥം? അറബിക് ലാംഗ്വേജിൽ ഓക്കെ ചൂസ് ചെയ്യാൻ പല വേർഡ്സും ഉണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്ത വേർഡ് എന്താണ്, ഇജ്തിബ.
ഇജ്തിബ ഇതിന്റെ റൂട്ട് മീനിങ് എന്താണെന്നറിയും? ഇതിന്റെ റൂട്ട് മീനിങ് ശരിക്കും മനപൂർവം ലവിംഗ്ലി സെലക്റ്റഡ് ആണ്. ഓക്കെ, മനപൂർവ്വം അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫൈൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നതാണ്. അതായത് അതിനെ ഇങ്ങനെ ശരിക്കും എക്സ്ട്രാക്ട് ചെയ്ത് ഡ്രോ ഔട്ട് ചെയ്തതാണ് നമ്മളൊക്കെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയാ, ഹുവ ഇജ്തിബാക്കും. വേറൊരു മീനിങ് എന്താണ് ഇതിൻ്റെത്? അതായത് ജീൻ ബാവ ജബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്ഡ് ആണ് അർത്ഥം. ഓക്കെ, അപ്പൊ ടാക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ടാക്സബിൾ ആണ് അല്ല, അല്ലെ? അതായത് യു ഹാവ് ടു ക്വാളിഫൈ ഫോർ സംതിങ്, അല്ലെ? ടാക്സ് ആവണമെങ്കിൽ യു ഹാവ് ടു ക്വാളിഫൈ. ഓക്കെ, ഇപ്പൊ നമ്മൾ സക്കാത്ത് തന്നെ നോക്കും. ഓക്കെ, കുറച്ച് അതായത് മറ്റേ നിസാബ് ലെവലിന്റെ താഴെയാണെങ്കിൽ നമ്മൾക്ക് സക്കാത്ത് കൊടുക്കണം, ടാക്സ് ഇല്ല. സക്കാത്ത് പറഞ്ഞാൽ ഒരു ടാക്സ് തന്നെയാണ്, അല്ലെ? നിസാബ് ലെവലിന്റെ മേലിലാണെങ്കിൽ യു ആർ ക്വാളിഫൈഡ്. അപ്പൊ മനസ്സിലായോ? ക്വാളിഫൈഡ്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചൂസ് ചെയ്തത്, നമ്മൾ ഓരോരുത്തരെയും ചൂസ് ചെയ്തത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി സോ സംതിങ് ഇൻ us. നമ്മൾക്ക് ആ ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നതാണ് നമ്മൾ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നും, അല്ലെ? മനസ്സിൽ ഭയങ്കര ഇത് തോന്നും. പക്ഷെ ആ ചൂസ് ചെയ്തതിന് അനുസരിച്ച് തന്നെ എന്താണ് അത് അൺചോസും ആവാം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ബനി ഇസ്രായേൽ ചോസൺ പീപ്പിൾ. ഇപ്പോഴും അവരത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, അവരിതുവരെ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തട്ടി മാറ്റിയിട്ടുണ്ട് ആ ചൂസിങ് നിന്ന്, അല്ലെ? അതായത് നമ്മൾ റാൻഡം ആയിട്ടല്ല നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉള്ളത്. ചിലപ്പോൾ ചില ആൾക്കാരെ പിടിച്ചു വലിച്ചു കൊണ്ടതായിരിക്കും, ചില ആൾക്കാർ വെറുതെ വന്നതായിരിക്കും, എന്താണെന്ന് നോക്കട്ടെ എന്ന് വന്നതായിരിക്കും. പക്ഷേ നത്തിങ് ഈസ് റാൻഡം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എന്താണ് ചൂസ് ചെയ്തത്? എന്താണ്? അള്ളാഹ് വിചാരിച്ചിട്ട് തന്നെ. നത്തിങ് ഈസ് റാൻഡം. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്തതാണ്. ഹുവ ഇജ്തിബാക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി സോ സംതിങ് ഇൻ us. ഓക്കെ, അതായത് അസ്മാ റളിയല്ലാഹു അൻഹനെ ചൂസ് ചെയ്തതുപോലെ ആ സത്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ അമ്മാറ റളിയല്ലാഹു അൻഹനെ ചൂസ് ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഓണർ ചെയ്തിട്ടുണ്ട്, നമ്മളെ ചൂസ് ചെയ്തിട്ട്. ഓക്കെ, പക്ഷെ ഇത് അൺകണ്ടീഷണൽ ചൂസിങ് അല്ലെ? ദർ ഇസ് എ കണ്ടീഷൻ. ഓക്കെ, ഈവൻ ദോ ഈ ചോയ്സ് ഓണർഡ് ആണെങ്കിൽ പോലും ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്ത്? വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും. എന്താണ്? വഇൻ തതവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ, യസ്തബ്ദിൽ ഖൗമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല will replace another nation ഗൈറക്കും, ഓക്കെ, other than you. സുമ്മ ലാ യകൂനു അംസാലക്കും, അതായത് അവര് നിങ്ങളെ പോലെ ആയിരിക്കൂല എന്നുള്ളത്. അവര് നന്നായിരിക്കും. നമ്മളെ റിപ്ലേസ് ചെയ്യാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ റിപ്ലേസ് ചെയ്യാണ്ടിരിക്കട്ടെ. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഓൾറെഡി വി ആർ ചോസൺ. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മൾക്ക് കണ്ടീഷൻ ഉണ്ട്. ദ മൂമെന്റ് നമ്മൾ നമ്മളെ സത്യത്തെ മറച്ചു വെച്ചിട്ടും എന്താണ് നമ്മൾക്ക് ഒരു കുറവ് തോന്നിയിട്ടും ഇതാവുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വേർ യുവർ ഇസ്ലാം പ്രൗഡ്ലി, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് ഒരു നാണക്കേടായിട്ടോ ഒരു ഇതായിട്ടോ ഒന്നുമല്ല. വി ഷുഡ് ബി വെരി പ്രൗഡ്, വെരി കോൺഫിഡന്റ്. അതായിരിക്കണം, നമ്മളൊരു മുസ്ലിമെയാണ്, അള്ളാഹ് നമ്മളെ ചൂസ് ചെയ്തതാണ്, നമ്മൾ അള്ളാന്റെ കളറിലാണ്. അതുകൊണ്ട് ഹോൾ ടൈറ്റ്. ഓക്കെ, ഈ ഉമ്മത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ, അല്ലെ? നമ്മളെ ചൂസ് ചെയ്തതാണ്. നമ്മൾ വെറുതെ റാൻഡം ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതല്ല, അള്ളാഹ് ചൂസ് ചെയ്തതാണ് ഉമ്മത്തിക്ക് നമ്മളെ. ഓക്കെ, പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ അതിൽ നിന്ന് എന്താണ് പിന്തിരിഞ്ഞാൽ വി ക്യാൻ ചൂസ് സമ്മൺ എൽസ്. ശരിക്കും നമ്മൾ ആലോചിക്കണം, എത്ര ആൾക്കാരാണ് ഈ ദീനിലേക്ക് വരുന്നത്? എത്ര ആൾക്കാരെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റിപ്ലേസ് ചെയ്തത്? ആലോചിച്ച് നോക്ക്. നമ്മളൊന്നും ആ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ. അതുകൊണ്ട് എന്താണ്, സ്റ്റേ ഫേം ആയിട്ട് പിടിച്ചു നിൽക്കുക. സ്റ്റേ ഫെയ്ത്ത്ഫുൾ, നല്ല ഈമാനോട് കൂടി സ്റ്റേ ചോസൻ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഇതിൽ നിന്ന് വന്ന എല്ലാ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ അങ്ങനെയുണ്ടോ?